ഹലോ വെൽക്കം എവ്രി വൺ. ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പർ റീഡിംഗ് സെഷനിലേക്ക് വെൽക്കം. സോ നമ്മളിപ്പോൾ ഡിഗ്രി മെയിൻസ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. ഇത് ഡിഗ്രി മെയിൻസ് എന്നല്ല, ഒരു കേരള PSC ആയിക്കോട്ടെ, ഏതെങ്കിലും സ്റ്റേറ്റ് PSC, SSC, ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്താലും കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാം ആണെങ്കിൽ ന്യൂസ് പേപ്പർ റീഡിംഗ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി അങ്ങനെയല്ല, ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ സെക്ഷൻസ് ഉള്ള ഒരു എക്സാമൊക്കെ ആണെങ്കിലും ന്യൂസ് പേപ്പർ റീഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ വളരെ റീസെൻ്റായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ന്യൂസ് പേപ്പർ റീഡിങ് സെഷൻ. അപ്പം എങ്ങനെ വായിക്കണമെന്നൊക്കെയുള്ള കുറച്ച് റെഫറൻസ് ഒക്കെ എടുത്ത് ഞാൻ എൻ്റെ ഒരു പ്ലാനിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 45 ബിഗിനർ ആണെങ്കിൽ പോലും ഒരു 45 മിനിറ്റ്സ് ടു 1 hour, അതിൽ കൂടുതൽ ഞാൻ ഇതിന് കൊടുക്കാറില്ല. കാരണം എനിക്ക് ബാക്കി പോർഷൻസ് പഠിക്കാനുണ്ട്. ഡിഗ്രി മെയിൻസ് എക്സാമിന് വീൽ ജസ്റ്റ് ഹാവ് 3 months ടൈമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ന്യൂസ് പേപ്പർ മാത്രം വായിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. സോ വീൽ ഹാവ് ടു ഫോക്കസ് ഓൺ എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റ്സ് എടുത്തിട്ട് ന്യൂസ് പേപ്പർ വായിക്കണം. അപ്പം എനിക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. 2-3 days ആയിട്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഐ ഹാവ് എൻ ഐഡിയ അബൌട്ട് ഹൗ ടു റീഡ് ദ ന്യൂസ് പേപ്പർ ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എൻ എക്സാം. ഏതൊക്കെയാണ് ന്യൂസ് കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ റെലവെൻ്റ് എന്നുള്ളത് മനസ്സിലാക്കുക, സ്ട്രാറ്റജിക്കലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അങ്ങനെ പോകാനായിട്ട് എനിക്കറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഇന്നും വായിക്കാൻ പോകുന്നത്. സോ ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആകും. ഇന്നത്തെ ന്യൂസസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതും എങ്ങനെയാണ് ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് വായിക്കുക എന്നുള്ളത്. കാരണം എപ്പോഴും എല്ലാ കുട്ടികളുടെയും ഏറ്റവും വലിയൊരു പേടി സ്വപ്നം എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത്രയും വലിയൊരു ചങ്കി ന്യൂസ് പേപ്പർ എങ്ങനെയാണ് നമ്മൾ ഡെയിലി കവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണ്ട ന്യൂസ് ഫിൽട്ടർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സ്കിൽ ഫോർ എനി ആസ്പിറൻറ്റ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി ഇന്നത്തെ ന്യൂസും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് സൺഡേ പേപ്പർ ആയതുകൊണ്ട് തന്നെ വി ഹാവ് എൻ അഡീഷണൽ പേപ്പർ. അത് ഒരു റീഡിങ്, ലെറ്റ് മീ ചെക്ക്. ഇപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം ഹിന്ദു വാങ്ങിയിട്ട് സൺഡേ പേപ്പർ കിട്ടുന്നത്. ബിക്കോസ് ഞാൻ ഒരു വീക്കായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു ആഡാണ്. ഇവിടെ അകത്തുള്ള ബാക്ക് പേജിൽ ദ ബൊട്ടാണിക്കൽ ഐ ഫ്ലോറ ഇൻഡിക്ക ആൻഡ് പേപ്പർ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ എന്തോ കൊടുത്തിട്ടുണ്ട്. റഫ ആൻഡ് ഇൻറ്റിമേറ്റ് പോർട്രേറ്റ് ഓഫ് എ സ്പോർട്ടിംഗ് ലെജൻഡ്, മേക്കിംഗ് റൂം ഫോർ മർജാനി സെട്രാപ്പീസ് കോംപ്ലക്സ് ലെഗസി. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ലൈക്ക് അഡീഷണൽ റീഡിങ്. വൈ ഡിഡ്ന്റ് യു ലെറ്റ് മീ റീഡ്? ആക്ച്വലി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യാൻ ഞാൻ പറയില്ല. ഇത് അഡീഷണൽ റീഡിംഗ് ആണ്. ഈ അഡീഷണൽ പേപ്പർ വരുന്നത് എന്തായാലും നമുക്കൊരു അഡീഷണൽ റീഡിംഗ് മാത്രമാണ്. ടൈം കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ടൈം ഉണ്ട്, അതിന് ടൈം കണ്ടെത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു റീഡിങ്ങിന് വേണ്ടിയിട്ട് പോകാം. സോ നമുക്ക് ഇന്നത്തെ ന്യൂസാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ന്യൂസ് പേപ്പർ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിൽ ആസ് യു ക്യാൻ സീ ഹിയർ, ഇവിടെ മൊത്തം നമുക്ക് 18 പേപ്പറാണുള്ളത്. ഈ 18 പേപ്പറും കയ്യിൽ പിടിച്ച് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. അപ്പോൾ ആദ്യം ചെയ്യണം, നമ്മൾ പീൽ ചെയ്യുക, ഓരോരോ പേപ്പറായിട്ട് എടുക്കുക. അപ്പോൾ അകത്തെ പേപ്പേഴ്സ് എല്ലാം മാറ്റി ഏറ്റവും പുറത്തുള്ള ലീഫ് മാത്രം എടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓടിച്ചൊന്ന് നോക്കാം. നമുക്ക് ഹിന്ദുവിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഹിയർ കുറച്ച് ബ്ലോഗ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ന്യൂസസ് ഇവരെന്താണ് കവർ ചെയ്തിട്ടുള്ളത്, ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെയാണ് തോന്നിയിട്ടുള്ളത് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ സീ ഹിയർ ദ ഹൗസ് ഓഫ് കാർഡ്സ്, ഫിഫ ദ ഗാർഡിയൻ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഗെയിം ഈസ് മൂവിങ് അവേ ഫ്രം ഇറ്റ്സ് കോസ്. അപ്പോൾ ഇവിടെ വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ച് എന്തോ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്ക് നോക്കണം. നമുക്ക് വേൾഡ് കപ്പ് വന്നാൽ അതിൻ്റെ ഗെയിമിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുമ്പോഴുള്ള കാര്യമൊക്കെയാണ് എക്സാമിന് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരുപാട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം, ബട്ട് ഇതെന്താ മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിപ്പോൾ ഞാൻ സ്പോർട്സ് ഫോളോ ചെയ്ത ഒരാളുണ്ട്, എനിക്ക് ഒരു ധാരണയില്ല, അതുകൊണ്ടൊന്ന് വായിക്കണം എന്തായാലും. കേരള PSCക്ക് നമുക്ക് സ്പോർട്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വൈ ആർ ദെയർ പ്രൊട്ടസ്റ്റ്സ് ഇൻ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, ആസാം ഇഷ്യൂസ് കർബ്സ് ഓൺ ആധാർ എൻറോൾമെൻറ്റ്, പിന്നെ ഇന്ത്യ ടേക്സ് ഓൺ പാകിസ്ഥാൻ ഇൻ ഇറ്റ്സ് വേൾഡ് കപ്പ് ഓപ്പണർ. അപ്പോൾ ഇങ്ങനെ 4 ന്യൂസാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഓരോന്നോരോന്നായിട്ട്. ആദ്യത്തെ ഇവിടെ ഒരു ചെറിയൊരു കോളമുണ്ട്. 3 ഹയസ്റ്റ് റിസ്ക് കോൺടാക്ട്സ് ഓഫ് നിപ്പ പേഷ്യൻറ്റ് ടെസ്റ്റ് നെഗറ്റീവ്. അപ്പോൾ നമുക്കറിയാം കോഴിക്കോട് ഇപ്പം നിപ്പയുടെ കുറച്ച് കേസസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ്, ഇവിടെ ഹെൽത്ത് മിനിസ്റ്റർ ആരാണ്, പുതിയ മിനിസ്റ്റർ വന്നിട്ടുണ്ട്, ഹെൽത്ത് മിനിസ്റ്റർ ആരാണ്, അവരെന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള പ്രൊജക്ട്സ് ഇതിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. പിന്നെ നിപ്പ എന്നുള്ള ഒരു ഡിസീസിനെ പറ്റി അറിഞ്ഞിരിക്കുക, അത് എന്തുകൊണ്ടുണ്ടാവുന്നു, പിന്നെ അതിൻ്റെ കോസ് എന്താണ്, കണ്ടാമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വെക്ടർ ആരാണ്, ഇതിൻ്റെ പ്രിവെൻഷൻ ട്രീറ്റ്മെൻറ്റ് ഒക്കെ എങ്ങനെയാണ്, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഇതിന് കണ്ടിന്യൂഷൻ ഉണ്ട്. അപ്പോൾ അഡീഷണൽ പോയിൻറ്റ്സ് എന്തെങ്കിലും പുതിയത് കിട്ടുന്നു നമുക്ക് അവിടെ നോക്കാം. അടുത്തത് AN32 and 32 cargo plane crash kills 5 IAF men in Assam. Aircraft belonging to the 43 squadron crashes while attempting to land at the IAF airbase in Jorhat.
station sealed after crash. Court of injury being set up to ascertain cause of the accident, says IAF. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കിതിൽ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നുമില്ല. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കുറച്ച് 5 പേര് മരിക്കുകയുണ്ടായി ഒരു കാർഗോ പ്ലെയിൻ ക്രാഷിൽ. സോ ദർ ഇസ് നത്തിങ് ഒരു കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല. വിൽ സൈൻ ഡീൽ ടു ഓപ്പൺ ഹോർമൂസ് ടുഡേ, ട്രംപ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഹോർമൂസ് കടലെടുക്കുക, വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് എന്ന് പറയുന്നതിൽ ഒരുപാട് ഇൻ്റർനാഷണൽ റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പൊളിറ്റിക്കൽ കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ല എന്നറിയാം. പക്ഷേ നിങ്ങളിപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്രൈസിസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ഇപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഈ കുറേ ഇതിനെപ്പറ്റി നമ്മൾ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്തിരും. ഇതൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻറ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം യുക്രൈൻ വാർ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൻ്റെ വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ്, ഇതിനൊക്കെ പറ്റി നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. എന്തെങ്കിലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അല്ലാതെ ഒരു ഇയർ ബുക്ക് വാങ്ങിച്ച് കുറേ മഗപ്പ് ചെയ്ത് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് റീഡ്. ഇവിടെ ഹോർമൂസ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഡീൽ സൈൻ ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്ന രീതിയിലാണ് ഇവിടെ ന്യൂസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം ആ ക്രൈസിസ് എൻഡ് ചെയ്യാനുള്ള വല്ലതും ആണോ എന്നുള്ളതാണ്. So US President said the deal with Iran is scheduled to be signed on Sunday, reopening the Strait of Hormuz to all shipping that the US would go and get Iran's highly enriched uranium at a later stage, even as Tehran said the ഓക്കെ. അത് ഇപ്പോൾ എന്തെങ്കിലും നടക്കുവാണെങ്കിൽ നമുക്ക് പിന്നെയും എന്ത് ചെയ്യാം, അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നോക്കാം. പക്ഷേ ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഡിസ്കഷൻസ് ഒക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കമൻറ്റ്സ് പറയുന്നേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ചൊരു ഔട്ട്കം ഇല്ല. അപ്പോൾ പിന്നെ ഇതും നമുക്കിപ്പോൾ റെലവൻസ് ഇല്ല. അടുത്ത കൊച്ചിയിൽ നടന്ന ഡിസ്പ്യൂട്ട് ഓവർ ദളിത് സെറ്റിൽമെൻറ്റ് റിസോൾവ്. മിനിസ്റ്റർ അത് റീജിയണലായിട്ട് നടന്നതാണ്, അങ്ങനെ വലിയൊരു സിഗ്നിഫിക്കൻസ് ഉള്ളതല്ല. പിന്നെ സ്ട്രോൾ ഇൻ ദ റെയിൻ, പീപ്പിൾ കവർ വാക്ക് കമ്മിറ്റഡ് ഫോഗ് ഇൻ ഷിംല, ലൈറ്റ് ടു മോഡറേറ്റ് റെയിൻ ലാസ്റ്റ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഹിമാചൽ പ്രദേശിലെ ഒരു കാര്യമാണ് പറയുന്നത്. അവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസിൻ്റെ കാര്യം. ഇപ്പം നമുക്കിത് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പെട്ടെന്ന് കണ്ടിന്യൂസ് ആയിട്ട് ന്യൂസ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ പറ്റും എൽനീനോയുടെ കാര്യം പഠിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സൂപ്പർ എൽനീനോ അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് കേരളത്തിലെ ഒരു ഡെവലപ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ കുറയാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിക്ക് പറഞ്ഞു. സൂപ്പർ എൽനീനോ ഒക്കെ പെസിഫിക്കിൽ, ഐ തിങ്ക് ഇറ്റ്സ് പെസിഫിക്, യെസ്, അവിടെ ഡെവലപ്പായി കഴിഞ്ഞു എന്ന രീതിക്കുള്ളൊരു ന്യൂസും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് വരുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഓർമ്മ വരണം, ഓക്കെ ദിസ് ഈസ് റിലേറ്റഡ് ടു ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൽനിനോ ഹാപ്പനിങ്. അപ്പോൾ അത് പറ്റുമെങ്കിലൊന്ന് നോക്കാം. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ നോട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. ഞാൻ ഈ ന്യൂസ് റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കിയ ശേഷം അഡീഷണൽ നോട്ട്സ് പ്രിപ്പയർ. ഇപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് ജിക്കെയും ഇതിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റും, അറിഞ്ഞൂടാത്ത എന്തെങ്കിലും വന്നാൽ. രാഹുൽസ് അപ്രോച്ച് ഹെൽപ്പിംഗ് BJP നോട്ട് സ്ട്രെങ്തനിങ് ഇന്ത്യ. അപ്പോൾ ഇത് അഗെയിൻ ഒരു കംപ്ലീറ്റ്ലി പൊളിറ്റിക്കൽ ന്യൂസും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേണ്ട. അപ്പോൾ ഫസ്റ്റ് പേജ് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വേണം വായിക്കാനായിട്ട്. പിന്നെ സ്പോർട്സ് ഞാൻ അത്ര ഫോളോ ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ എക്സാമിൻ്റെ സ്പോർട്സ് ആവശ്യം വരും. അതുകൊണ്ട് സ്പോർട്സ് എന്നൊരു ഫീൽഡിനെ പറ്റി എനിക്കൊരു പേഴ്സണൽ ധാരണ ഉണ്ടാവാനുള്ളതുകൊണ്ട് ഞാനിതിപ്പം ജസ്റ്റ് ഒക്കെ ഒന്ന് സ്പോർട്സ് പേജ് വായിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഞാൻ ഏറ്റവും പുറത്ത് ലീഫാണ് എടുത്തത്. അപ്പോൾ ഞാൻ ഫ്രണ്ട് നോക്കി, ബാക്ക് നോക്കി, ഇതിന് ശേഷമാണ് ഞാൻ അകത്ത് പോകാൻ വന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റും പേപ്പറിന്, പെട്ടെന്ന് കഴിയും. 110 മീറ്റർ ഹേർഡ്ലർ ഷെർസി ബ്രേക്സ് ഓൺ നാഷണൽ റെക്കോർഡ്. അപ്പോൾ എന്തൊരു നാഷണൽ റെക്കോർഡ് ഇദ്ദേഹം ബ്രേക്ക് ചെയ്ത കാര്യം, സ്വന്തം റെക്കോർഡ് ബ്രേക്ക് ചെയ്തായിട്ട് പറയുന്നുണ്ട്. ഹിസ് ഓൺ നാഷണൽ റെക്കോർഡ് ഇൻ മെൻസ് 110 മീറ്റർ ഹേർഡിൽസ് വിത്ത് എ സ്റ്റണ്ണിംഗ് റൺ ഡ്യൂറിംഗ് ദി ഇന്ത്യൻ അത്ലറ്റിക് സീരീസ് 9 in Ludhiana on Saturday. 24-year-old Cherse representing Reliance Foundation ran 13.27 seconds to better his previous national record of 13.41 seconds clocked in 2024. He also bettered the Commonwealth Games qualifying mark of 13.39 set by Athletics Federation of India. ഇത് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ സ്പോർട്സിലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് PSCയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സ്പോർട്സിൽ ആരെയും അറിയത്തില്ല. അപ്പം ഈ പേഴ്സൻ്റെ പേര് കേട്ടാൽ അറ്റ്ലീസ്റ്റ് അയാളുടെ ഏതാണ് സ്പോർട്ട് എന്നുള്ളതെങ്കിലും അറിയണം. അപ്പോൾ തേജസ് ഷിർസെ എന്ന് പറയുന്ന ഇദ്ദേഹം സ്വന്തം നാഷണൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത ഒരാളാണ്. 25 ഇയേഴ്സേ ഉള്ളൂ, ആൾ ചെറുപ്പമാണ്. സോ ആ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചിരിക്കുക. അത്ലറ്റിക്സിലാണ് വരുന്നത്. പിന്നെ സിന്ധു ലൂസസ് ടു യമഗുച്ചി ഇൻ ഓസ്ട്രേലിയൻ ഓപ്പൺ സെമി ഫൈനൽസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓസ്ട്രേലിയൻ ഓപ്പണിങ്ങിൻ്റെ ന്യൂസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. PV സിന്ധു ആണ് ലാസ്റ്റ് നമ്മുടെ ഒരു തൻവി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയെ തോൽപ്പിച്ചിട്ട് സെമി ഫൈനൽസിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷീ ലോസ്റ്റ്. വെയിറ്റ് ഫോർ BWF ടൈറ്റിൽ കണ്ടിന്യൂഡ് ആസ് ഷീ ബോർഡ് ഔട്ട് ഇൻ ദ സെമി ഫൈനൽസ് ഓഫ് ഓസ്ട്രേലിയൻ ബാഡ്മിൻ്റൺ ഓപ്പൺ. ലോസ്റ്റ് ടു ടോപ്പ് സീഡ് അക്കാനി. ജാപ്പനീസ് ആയിരുന്നു, ജപ്പാനെതിരെ ആയിട്ടായിരുന്നു, പക്ഷേ ഷീ ലോസ്റ്റ്. അപ്പോൾ ഇപ്പം നമുക്കറിയാം ഫൈനൽ റിസൾട്ടിൽ എത്തിയില്ലെങ്കിൽ പോലും സെമി ഫൈനൽസിൽ എത്തിയാൽ നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ സെമി ഫൈനൽസിൽ PV സിന്ധു എത്തിയിട്ടുണ്ടായിരുന്നു. ആർക്കെതിരെയാണ്?
ഫെയിൽ ആയതെന്നുള്ളത് നോക്കണം. അക്കാനെ യമഗൂച്ചി ഓഫ് ജപ്പാൻ. ഓക്കെ, ഇത് സിഡ്നിയിലാണ് നടന്നത്, സാറ്റർഡേ, ഇന്നലെ ആയിരുന്നു. ഓക്കെ, അടുത്തത് ബ്ലാക്ക് ക്യാപ്സ് നെയിം യങ് ആസ് വില്യംസൺസ് റീപ്ലേസ്മെൻറ്റ്. ന്യൂസിലൻഡ് ഹാസ് കോൾഡ് ഇൻ വിൽ യങ് ടു ഇറ്റ്സ് ടെസ്റ്റ് സ്ക്വാഡ് ടു റീപ്ലേസ്. അത് ജസ്റ്റ് റീപ്ലേസ്മെൻ്റ് ആണ്, പ്രത്യേകിച്ച് എക്സാമിന് ചോദിക്കാനൊന്നുമില്ല. മാനവ് സുതർ സ്കാൽപ്സ് 2 ഓൺ വാർവിക്ക്ഷയർ ഡെബ്യൂ. India left-arm spinner Manav Sudhar claimed 2 wickets on his Warwickshire debut against Yorkshire on day 1 of the county. Okay, അതും again additional ആണ്, നമുക്ക് നോക്കാം. ഇനി a preparation for the rigors of ODI cricket, says Joshi. Former India spinner and ex-national selector is all for youngsters getting. Okay, ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ആണ് ODI വൺ ഡേ ഇൻ്റർനാഷണൽസിൻ്റെ കാര്യം. Depleted field for Indian athletics series 10. ഇവിടെ എന്തോ ഒരു ന്യൂസ് പറയുന്നുണ്ട്. ലെറ്റ്സ് റീഡ്. എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. സോ ദ ആബ്സെൻസ് ഓഫ് ബിഗ് സ്റ്റാർസ് ഹാവ് ടേക്കൺ ദ ഷീൻ ഓഫ് ദ ഇന്ത്യൻ അത്ലറ്റിക്സ് സീരീസ് 10 വിച്ച് ഗെറ്റ്സ് അണ്ടർവേ അറ്റ് ദ LNCPE അത്ലറ്റിക് സ്റ്റേഡിയം ഓൺ സൺഡേ. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഇന്നലെ വന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. ജസ്പാൽ റാണ, അദ്ദേഹത്തിൻ്റെ ഒബിച്വറി, അത് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് ദ്രോണാചാര്യ അവാർഡ് കിട്ടിയിട്ടുണ്ട്, വേറെയും കുറേ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഹീസ് ഹാസ് ബീൻ എ വെരി ഇമ്പോർട്ടൻറ്റ് കോച്ച് ഇൻ ടേംസ് ഓഫ് ദിസ് ഷൂട്ടിംഗ് റൈഫിൾ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. അദ്ദേഹത്തെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് തന്നെ വയ്ക്കണം കേട്ടോ. സോ അത് കഴിഞ്ഞ ദിവസത്തെ ന്യൂസിലുണ്ടായിരുന്നു. പിന്നെ ഗോൾഫ് ബിയോണ്ട് ലക്ഷറി, കപിൽ ബാറ്റ്സ് ഫോർ എ മോർ ആക്സസിബിൾ ഗെയിം. എഗെയിൻ ദർ ഇസ് നത്തിങ് നമുക്ക് എക്സാമിന് ചോദിക്കാൻ രീതിയിലുള്ള പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനി അടുത്ത റീജിയനാണ്. ഈ പേജ്, ഒരു പേജ് ഫുൾ ഇതാ നമ്മുടെ ആഡാണ്. അപ്പോൾ ഇത് ആഡ് വേണ്ട, നമുക്ക് റീജിയൻ സൈഡിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ദ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഓഫ് വൈറ്റ് പേപ്പർ ഓൺ സ്റ്റേറ്റ്സ് ഫിസിക്കൽ സിറ്റുവേഷൻ. അപ്പോൾ നമുക്കറിയാം പുതിയ ഗവൺമെൻറ് വന്ന ശേഷം ഒരുപാട് ഫിനാൻഷ്യൽ എക്കണോമിക് സ്റ്റേറ്റസ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ ന്യൂസാണ്. പക്ഷെ നമ്മളിപ്പം ഗവൺമെൻറ് കുറച്ച് പ്രൊജക്ട്സ് ഒക്കെ കൊണ്ടുവരാറുണ്ട്. പുതിയ ഗവൺമെൻറ് വന്നതുകൊണ്ട് തന്നെ അവരുടെ മാനിഫെസ്റ്റോയിലുള്ള കാര്യങ്ങൾ അവർ പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ കറണ്ട് സ്റ്റേറ്റസ് എന്താണ്, ബഡ്ജറ്റിൻ്റെ കാര്യം, ഇതിനൊക്കെ പറ്റിയൊരു ധാരണ ഉണ്ടാകുന്നത്. എസ്പെഷ്യലി നമ്മൾ കേരളത്തിലുള്ള ആളാകുമ്പോൾ ഇവിടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് ഓടിച്ച് വായിക്കാം. സോ ഇത് ഞാൻ കൺസിഡർ ചെയ്യുക പൊളിറ്റിക്കൽ ന്യൂസ് പോലെയാണ് എടുക്കുന്നത്. പക്ഷേ ഒന്ന് വായിച്ചേക്കാം, ജസ്റ്റ് എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നിയതുകൊണ്ട്. അല്ലാതെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അതിൽ നിന്ന് കിട്ടാനൊന്നും ഇല്ല കറണ്ട് അഫയേഴ്സിന്. റോഡ് മാപ്പ് ലിസ്റ്റ് 6 മിഷൻസ് ഫോർ അഗ്രികൾച്ചർ ട്രാൻസ്ഫോർമേഷൻ. പ്രപ്പോസ്ഡ് അഗ്രികൾച്ചർ ട്രാൻസ്ഫോർമേഷൻ പോളിസി 2031 by ICAR CTCRI director aims at reviving the farm sector and boosting farmer income through a coordinated mission mode approach. This is very important news. നമുക്ക് കറണ്ട് അഫയേഴ്സ് രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റാണ് CTCRI ഐക്കാറിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന്. ഇത് വിത്ത് ആൻ എയിം ഓഫ് 2031 ഫുൾഫിൽ ചെയ്യാനെന്നുള്ളൊരു രീതിയിലാണ് പ്രൊപ്പോസ്ഡ്. എന്താണ്, അഗ്രികൾച്ചറൽ ട്രാൻസ്ഫോർമേഷനാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വായിക്കാം. പിന്നെ ഏതൊക്കെയാണ് ന്യൂസ്? RSS വാണ്ട്സ് ടു മേക്ക് ഹിന്ദു സൊസൈറ്റി സ്ട്രോങ്. അത് പൊളിറ്റിക്കൽ ന്യൂസാണ്, വേണ്ട. റോ വിത്ത് എക്സ് മേയർ ന്യൂ പോസ്റ്റിംഗ് ഫോർ ഡ്രൈവർ, എഗെയിൻ പൊളിറ്റിക്കൽ ന്യൂസ്, അത് വേണ്ട. ലൈബ്രറി സയൻസ് ഗ്രാജുവേറ്റ്സ് ഫ്ലാഗ് വേക്കൻറ്റ് പോസ്റ്റ്സ്. ഓക്കെ, ഇത് നമ്മുടെ സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ നല്ല കഴിവുള്ള ലൈബ്രറീൻസ് ഇല്ല എന്നുള്ളൊരു രീതിയിലുള്ളൊരു ന്യൂസാണ്. വിച്ച് ഈസ് ഓൾസോ നോട്ട് മച്ച് റെലവൻറ്റ് ഫ്രം അവർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. 5 എഫിഷ്യൻസി ഷീൽഡ്സ് ഫോർ റെയിൽവേ ഡിവിഷൻ. സദേൺ റെയിൽവേസ് വൺ 5 എഫിഷ്യൻസി ഷീൽഡ്സ് ഡ്യൂറിങ് ദ 71st. ഓക്കെ, ഇവിടെ എന്തൊരു ഷീൽഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് വായിച്ച് നോക്കാം. ദർ വിൽ ബി സംതിങ് റിലേറ്റഡ് ടു ദ റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ റെയിൽവേ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളായിട്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും മാത്രമാണ് നമുക്ക് വായിക്കാനുള്ളത്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തു. സോ ഇതും വായിക്കാം. ഓക്കെ, സോ ഇവിടെ വരുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇൻ ആൻ ഏജ് വെൻ അഗ്രികൾച്ചർ റിവൈവൽ റിമെയിൻസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ് കൺഫ്രണ്ടിങ് കേരള അഗ്രികൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ പോളിസി 2031 ഡ്രാഫ്റ്റഡ് ബൈ ദ ഡയറക്ടർ ഓഫ് ഐക്കാർ സെൻട്രൽ ട്യൂബർ ക്രോപ്സ്. CTCRIയുടെ ഡയറക്ടറാണ് ഈ ഒരു പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ അഗ്രികൾച്ചർ ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. 2031 ഇപ്പോൾ 26 31 അഗ്രികൾച്ചർ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാം. ദർ ഹാസ് ബീൻ റെക്കമെൻഡ് എ മിഷൻ മോഡ് അപ്രോച്ച് ടു മേക്കിംഗ് ദ സെക്ടർ സസ്റ്റൈനബിൾ, പ്രോഫിറ്റബിൾ ആൻഡ് ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ളത്. പ്രപ്പോസൽസ് ഫോർ 6 ഫ്ലാഗ്ഷിപ്പ് മിഷൻസ്. ഇവിടെ 6 ഫ്ലാഗ്ഷിപ്പ് മിഷൻസ് ആണ് ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കേരള അഗ്രികൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ മിഷൻ, ഇതിനെ കേരളയുടെ അഗ്രികൾച്ചർ ട്രാൻസ്ഫോർമേഷൻ മിഷൻ KATM എന്നാണ് പറയുന്നത്. ആൻഡ് അഗ്രികൾച്ചറൽ ലാൻഡ് പ്രൊട്ടക്ഷൻ സോൺസ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ അഗ്രികൾച്ചർ ട്രാൻസ്ഫോർമേഷൻ പ്ലാൻസ് ഫിഗർ പ്രോമിനൻ്റ്ലി ഇൻ ദി റോഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ CTCRI ഡയറക്ടർ.
The 6 flagship missions focus on productivity increase, food and nutritional security, climate resilience, farmer collectivization, and agri-business and innovation, and digital agriculture and land use, and institutional reform. Goals include an annual farm sector growth rate of 4% to 5%. അപ്പോൾ ഇങ്ങനെ ഒരു ലാൻഡ് യൂസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവർ വച്ചിരിക്കുന്ന ഗോൾസ് എന്ന് ചോദിച്ചാൽ ആനുവൽ ഫാം സെക്ടർ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 4-5% ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 50% ഹൈക്ക് ഫാർമറിൻ്റെ ഇൻകമിൽ ഉണ്ടാവണം. 75,000 ഹെക്ടർ ഓഫ് വെറുതെ കിടക്കുന്ന ലാൻഡ് റീസ്റ്റോർ ചെയ്തെടുക്കണം. പിന്നെ 750 മുതൽ 1000 ഫാർമർ പ്രൊഡ്യൂസിങ് ഓർഗനൈസേഷൻസ് കൊണ്ടുവരണം. 500 ക്ലൈമറ്റ് സ്മാർട്ട് വില്ലേജസും 25 ലക്ഷം ഡിജിറ്റലി കണക്റ്റഡ് ഫാമേഴ്സും കൊണ്ടുവരണം. അപ്പോൾ ഒരു വലിയ വാസ്റ്റായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് കേരളത്തിന് ഫോക്കസ് ചെയ്ത് CTCRയുടെ ഡയറക്ടർ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുന്ന ഡബ്ലിംഗ് ഓഫ് എക്സ്പോർട്സ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതായത് പോളിസി ഡോക്യുമെന്റ് ഓൾസോ എൻവിഷൻസ് ഡബ്ലിംഗ് ദ വാല്യൂ ഓഫ് അഗ്രി ആൻഡ് അലൈഡ് എക്സ്പോർട്സ്. അതായത് അഗ്രികൾച്ചറിൻ്റെ അലൈഡ് ആയിട്ടുള്ള ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആനിമൽ ഹസ്ബൻഡറി ഒക്കെ വരും. അപ്പം അല്ലെങ്കിൽ ഈ എപ്പിക്കൾച്ചർ, സെറികൾച്ചർ ഇതുമായിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എക്സ്പോർട്സ് ഡബിൾ ചെയ്യുക എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ഡോക്ടർ ബൈജു, ദ പ്രപ്പോസ്ഡ് KATM, ഈ KATM എന്ന് പറയുമ്പോഴാണ് കേരള അഗ്രികൾച്ചറൽ ട്രാൻസ്ഫർമേഷൻ മിഷൻ, വുഡ് പ്രൊവൈഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാക്ക് ബോൺ ഫോർ കോർഡിനേറ്റിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് ഇംപ്ലിമെൻറ്റേഷൻ അക്രോസ് ഗവർണൻറ്റ് departments, local governments, research institutions, farmer organizations, and private sector. So why is there a need for an agriculture transformation policy for Kerala? Dr. Baiju says Kerala's farm sector now confronts a new generation of challenges. കുറേ പുതിയ ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു പുതിയൊരു ട്രാൻസ്ഫർമേഷൻ മിഷൻ അഗ്രികൾച്ചർ സെക്ടറിൽ വേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത്. കാരണം ഓൾറെഡി നമുക്ക് തോന്നാം, കാരണം നമ്മുടെ മെയിൻ ബാക്ക് ബോൺ, നമ്മുടെ ഒരു വലിയൊരു എക്കണോമിയുടെ ഭാഗമാണ് അഗ്രികൾച്ചർ. അത് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ വൈ? ഇനി എന്തുകൊണ്ടാണ് ആവശ്യം? അപ്പോൾ ചാലഞ്ചസ് വരുന്നത് ഡിക്ലൈനിങ് കൾട്ടിവേറ്റഡ് ഏരിയ, ഇങ്ങനെ അഗ്രികൾച്ചറൽ ലാൻഡായിട്ട് കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ലാൻഡ് കുറവാണ്. ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ലാൻഡ് ഹോൾഡിങ്സ്, ആൾക്കാർ ഹോൾഡ് ചെയ്യുന്ന ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പം ഒരു വലിയ ഏക്കർ സ്ഥലം ഒക്കെ ഉള്ളതൊക്കെ ഒരുമിച്ച് ഒരു വലിയ പ്ലോട്ടായിട്ടൊക്കെ ഉള്ളത് കുറവാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വലിയൊരു കൾട്ടിവേഷൻ നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. ലേബർ ഷോർട്ടേജ് ആണ്, കൃഷിയിലേക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഒരു പ്രശ്നമാണ്. ഇൻക്രീസിങ് ഫ്രീക്വൻസി ഓഫ് ഫ്ലഡുകൾ, നമുക്ക് കേരളത്തിൽ തന്നെ കാലാവസ്ഥ വ്യതിയാനം കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ പ്രളയം കണ്ടതാണ്. ഫ്ലഡുകൾ വന്നു, ഡ്രോട്ട് പലയിടത്തും സംഭവിക്കുന്നുണ്ട്, ലാൻഡ് സ്ലൈഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. റൈസിങ് പ്രൊഡക്ഷൻ കോസ്റ്റ്, ഒരു വലിയൊരു മേജർ ഭാഗത്തിലെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് നേച്ചറും ഹ്യൂമനുമായിട്ടുള്ള ഇൻട്രാക്ഷനിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ക്ലൈമറ്റ് ചേഞ്ച് ആ ഒരു ഏരിയയാണ്. പിന്നെ നമ്മുടെ ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്, റൈസിങ് പ്രൊഡക്ഷൻ കോസ്റ്റ്, മാർക്കറ്റ് വോളറ്റിലിറ്റി ആൻഡ് ഗ്രോയിങ് ഡിപ്പെൻഡൻസ് ഓൺ എക്സ്റ്റേണൽ സോഴ്സസ് ഫോർ ഫുഡ് കമോഡിറ്റീസ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചാലഞ്ചസ് ആയിട്ട് വരുന്നുണ്ട്. ദീസ് ചാലഞ്ചസ് ആർ ഫർദർ കമ്പൗണ്ടഡ് ബൈ റാപ്പിഡ് ഡെമോഗ്രാഫിക് ചേഞ്ചസ്, ഏജിംഗ് ഫാമേഴ്സ് ആൻഡ് ഇൻക്രീസിംഗ് പ്രഷർ ഓൺ ലാൻഡ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ദ കേരള ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, കേരള ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2026 എക്കണോമിക് റിവ്യൂ 2025 ഓഫ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഹൈലൈറ്റ് ദ urgent need for a new development paradigm that simultaneously address productivity, food security, climate resilience, sustainability, innovation, and farmer prosperity. The policy document says, according to Dr. Baiju, the future of the state's farm sector cannot be secured through incremental improvements alone, but it calls for bold upfront strategies that stress convergence, decentralized planning. Total investment. As for the financial footprint of Kerala agricultural KTM policies, it would involve a total investment of 20,000 crore മുതൽ 25,000 കോടി വരെയാണ് ഈ ഒരു 4-5 വർഷ കാലഘട്ടത്തിന് വേണ്ടിയിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഫണ്ട്സ് ക്യാൻ ബി റേസ്ഡ് ത്രൂ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങാം, ലോക്കൽ ബോഡീസിൽ നിന്നും, നാഷണൽ ബാങ്ക് നബാർഡിൽ നിന്ന് നമുക്ക് വാങ്ങാം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫൈനാൻസ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പുകളും, ക്ലൈമറ്റ് ഫൈനാൻസ്, ഗ്രീൻ ഫണ്ട്, ഡോക്യുമെൻറ്റ്, അങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പം ഇത് ജസ്റ്റ് ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പിന്നീട് വരുവാണ്. അപ്പോൾ ഇതൊരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലോട്ടൊക്കെ വരുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇത് എക്സാമിന് ചോദിക്കായിരിക്കും. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഇങ്ങനൊരു പോളിസി അല്ലെങ്കിൽ ഒരു മിഷൻ ഇങ്ങനെ കൊണ്ടുവരാനുള്ളൊരു പുറപ്പാടിലാണ്. ഇറ്റ് മൈറ്റ് നോട്ട് ഹാപ്പൻ. പക്ഷേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് പിന്നെ ഏതെങ്കിലും ന്യൂസസ് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിൻ്റെ റെലവൻസ്. ഇനി ഇവിടെ ഒരു ന്യൂസ് കണ്ടത്, 5 എഫിഷ്യൻസി ഷീൽഡ് ഫോർ റെയിൽവേ ഡിവിഷൻ. തിരുവനന്തപുരം ഡിവിഷൻ സദേൺ റെയിൽവേ ഹാവ് വൺ 5 എഫിഷ്യൻസി ഷീൽഡ് ഡ്യൂറിംഗ് ദ 71st റെയിൽവേ വീക്ക് സെലിബ്രേഷൻസ് അപ്പം ഓഫ് സദേൺ റെയിൽവേ ഹെൽഡ് അറ്റ് ഡോക്ടർ BR അംബേദ്കർ അരങ്ങം ICF ചെന്നൈ
71ാമത്തെ റെയിൽവേ വീക്ക് സെലിബ്രേഷൻസ് ഓഫ് സദേൺ റെയിൽവേ ആണ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് ഷുവർ. പക്ഷേ നമുക്ക് റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസൊക്കെ വന്നുകൊണ്ടാണ് ഇത് എന്താണെന്ന് ഞാനൊന്ന് വായിച്ചു നോക്കിയത്. നമ്മുടെ സദേൺ സോണിൻ്റെ 71st റെയിൽവേ വീക്ക് സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഇത്രയും വർഷമായതിൻ്റെ ഭാഗമായിട്ടുള്ള നടന്ന കാര്യമാണ്. അപ്പോൾ ഇതുമായിട്ട് ഇനി എന്തെങ്കിലും പുതിയ എന്തെങ്കിലും പ്രൊജക്ട്സോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് 5 എഫിഷ്യൻസി ഷീൽഡ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഫോർ ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഡ്യൂറിംഗ് 2025-26 ദ ഡിവിഷൻ എമേർജ്ഡ് ആസ് എ ജോയിൻറ്റ് വിന്നർ ഓഫ് General Managers Interdivisional Overall Efficiency Shield, the highest recognition for all-round performance among the various divisions of Southern Railway, sharing the honor with Palakkad Division. Thiruvananthapuram Division also secured Safety Efficiency Shield, Best Maintained Health Unit, Accounts Efficiency Shield, പാലക്കാടിനാണ് കിട്ടിയത്. പേഴ്സണൽ എഫിഷ്യൻസി ഷീൽഡ് തിരുച്ചിറപ്പള്ളി ഡിവിഷനുമായിട്ട് ജോയിൻ്റ് കിട്ടി. ദിവ്യാകാന്ത് ചന്ദ്രാക്കർ ഡിവിഷണൽ റെയിൽവേ മാനേജർ തിരുവനന്തപുരം ഡിവിഷൻ റിസീവ്ഡ് ദ ഷീൽഡ്സ് ഡ്യൂറിംഗ് ദ റെയിൽവേ വീക്ക് സെലിബ്രേഷൻ ഹെൽഡ് ഓൺ June 11th. The awards recognize excellence in operational efficiency, safety, financial management, personnel administration, healthcare service and overall. Vishisht Rail Seva Puraskar. Enhancing the division's achievements, several officers and staff were honored with വിശിഷ്ട റെയിൽ സേവാ പുരസ്കാർ. ഓക്കെ, ഇത് കുറച്ചുകൂടി ഒരു ഇൻറ്റേർണൽ ആയിട്ട് നടക്കുന്ന ഒരു റെയിൽവേയുടെ കാര്യമാണ്. ഇതും ആക്ച്വലി നമുക്കങ്ങനെ ഒരു വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന് കുറച്ചുകൂടി ഒരു റെലവൻസ് കിട്ടിയാണ്. നമുക്ക് ഒട്ടും കാര്യങ്ങൾ അറിയത്തില്ലല്ലോ. അപ്പോൾ നമുക്കിത് ചിലതൊക്കെ സ്കിപ്പ് ചെയ്യണോ വേണ്ടെന്നുള്ളൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലീഫ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ഇപ്പോൾ പോയിട്ടുണ്ട്. 15 മിനിറ്റ് നമ്മൾ ഈ ഒരു പേപ്പറാണ് നോക്കിയിട്ടുള്ളത്. ആക്ച്വലി ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ബിസിനസ് പേജും വേൾഡ് പേജും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഞാനിനി അടുത്ത സെറ്റ് എടുക്കുവാണ്. സോ ഐ എം പീലിംഗ് ദി ഔട്ട്സൈഡ് പേജ്. ബാക്കി ഞാനിങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുവാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു റീജിയണൽ സൈഡാണ്. റീജിയണിൽ നമുക്ക് നോക്കാം. വ്യൂ ഓഫ് പത്മതീർത്ഥം പോണ്ട് അറ്റ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ. റെയിൻ ടു ഓക്കെ, ഇത് ജസ്റ്റ് ഒരു റെയിനിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നതാണ്. ബേബി അക്യൂസസ് രാഹുൽ ഓഫ് ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഒക്കെ. പിന്നെ പൊളിറ്റിക്കൽ ന്യൂസ് വേണ്ട. കേശവ് ദേവ് ലിറ്റററി അവാർഡ് അനൗൺസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് PSCനെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരെണ്ണമാണ്. കേശവ് ദേവ് ലിറ്റററി അവാർഡ് അനൗൺസ് ചെയ്തു. ആർക്കാണ് കിട്ടിയത്? റൈറ്റർ സുഭാഷ് ചന്ദ്രനും തങ്കം സുബ്രഹ്മണ്യനുമാണ് കേട്ടോ. റൈറ്റർ സുഭാഷ് ചന്ദ്രൻ ഹാസ് ബീൻ സെലക്ടഡ് ഫോർ ഈ വർഷത്തെ പി കേശവ് ദേവ് ലിറ്റററി അവാർഡ്. അത് 2026 പി കേശവ് ദേവ് ഡയബ് സ്ക്രീൻ കേരള അവാർഡ് വിച്ച് ഓണേഴ്സ് ഇൻഡിവിജ്വൽസ് ഹു ഇമ്പാർട്ട് ഇമ്പാക്ട്ഫുൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കേട്ടോ. അപ്പോൾ ഏതാണ് കാറ്റഗറി എന്നുള്ളത് നോക്കുക. ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ ടു സൊസൈറ്റി വിൽ ബി കൺഫേർഡ് ഓൺ തങ്കം സുബ്രഹ്മണ്യം. അപ്പം ഇവിടെ കേശവ് ദേവ് ലിറ്റററി അവാർഡ് 2 പറയുന്നത്. പി കേശവ് ദേവ് ലിറ്റററി അവാർഡും ഉണ്ട്. പിന്നെ പി കേശവ് ദേവ് ഡയബ് സ്ക്രീൻ കേരള അവാർഡാണ്. അപ്പോൾ മറ്റത് ജസ്റ്റ് ഒരു ലിറ്റററി അവാർഡാണ്. രണ്ടാമത് പറഞ്ഞപ്പോൾ ഡയബ് സ്ക്രീൻ കേരള അവാർഡ് എന്ന് പറയുന്നതാണ് ബേസിക്കലി ആ ഹെൽത്ത് എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്യുന്നത്. ദ അവാർഡ്സ് ആർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ പി കേശവ് ദേവ് ട്രസ്റ്റ്. ഇത് ട്രസ്റ്റിൻ്റെ പേരിൽ വരുന്നതാണ്. ലിറ്റററി അവാർഡ് റെക്കഗ്നൈസസ് ഓവറോൾ കോൺട്രിബ്യൂഷൻ ഓഫ് മിസ്റ്റർ ചന്ദ്രൻ ഹൂസ് വർക്ക്സ് പവർഫുള്ളി ആൻഡ് എലോക്വൻ്റ്ലി ഡിഫൈൻ ദി പോസ്റ്റ് മോഡേൺ എവല്യൂഷൻ ഓഫ് മലയാളം ലിറ്ററേച്ചർ. ജ്യോതിദേവ് കേശവ് ദേവ് മാനേജിംഗ് ട്രസ്റ്റി പി കേശവ് ദേവ് ട്രസ്റ്റ് സെഡ് ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ 2 പേർക്കാണ് കേശവ് ദേവ് ലിറ്റററി അവാർഡ് കൊടുത്തിട്ടുള്ളത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ അടുത്ത് വരുന്ന ബെവ്കോ 10th പ്രിലിംസിൻ്റെയൊക്കെ എക്സാമിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് ഈ കേശവ് ദേവ് ലിറ്റററി ഇപ്പോൾ ഇവിടെ ന്യൂസിൽ വന്നെങ്കിൽ ഇതിൻ്റെ പഴയ എഡിഷൻസും ഫസ്റ്റ് എഡിഷൻ തൊട്ട് കുറച്ച് എഡിഷൻസേ ഉള്ളെങ്കിൽ അതെല്ലാം ഒന്ന് നോക്കി വയ്ക്കുക. ഇല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തതും ഏറ്റവും ആദ്യത്തെ എഡിഷൻസും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഏതൊക്കെ ഫീൽഡിലാണ് കൊടുത്തതെന്നും പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. Did midnight buzzing force centre to drop disaster alert? A disaster alert allegedly issued at midnight to the PM's contact number forced the government to temporarily suspend the service. The alert prompts phones to emit a hooting sound. System enables competent. ഇപ്പോൾ ഇവിടെ എന്തോ ഒരു മിസ്അലൈൻമെൻറ്റ് നടന്നതാണ്. സോ ദർ ഈസ് നത്തിങ് വി ഹാവ് ടു ഫോളോ അബൌട്ട് ഇറ്റ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും വായിച്ച് നമുക്കതിൽ നിന്ന് കിട്ടാൻ പോയിൻറ്റ്സ് കിട്ടാനില്ല. കംപ്ലയിൻറ്റ് അഗെയിൻസ്റ്റ് എ യൂട്യൂബർ. എഗെയിൻ അതും നമുക്ക് എക്സാമിന് ഒരു യൂട്യൂബറിൻ്റെ അഗേൻസ്റ്റ് ഉണ്ടായ കംപ്ലയിൻറ്റിനെ കുറിച്ചൊന്നും എന്തായാലും ചോദിക്കത്തില്ലല്ലോ. സോ അത് വേണ്ട. അപ്പോൾ കമ്മിങ് ടു നെക്സ്റ്റ് വീണ്ടും നമുക്കൊരു സ്പോർട്സ് പേജിൻ്റെ കാര്യമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇന്ത്യ എയിംസ് ഫോർ ദ പെർഫെക്റ്റ് സ്റ്റാർട്ട് അഗെൻസ്റ്റ് പാകിസ്ഥാൻ. ഹർമൻ പ്രീത് ആൻഡ് സ്റ്റാർട്ടേഴ്സ് ഫേവറേറ്റ് ഇൻ ദ മാർക്ക് വി ക്ലാഷ് ഇഞ്ചുറീസ്. അപ്പോൾ ഇത് ജസ്റ്റ്
T20 വേൾഡ് കപ്പിൻ്റെ തുടക്കമാണ് ഇന്നത്തെ മാച്ച്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അവസാനം ഈ റിസൾട്ട് വരുമ്പോഴുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് ഗെയിം ഓൾവേസ് സെറ്റ്സ് ദ ടോൺ സീസ് ഹർമൻപ്രീത്. അപ്പം ദിസ് ഈസ് നോട്ട് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അസ് ആഫ്റ്റർ ഇറ്റ് ഗെറ്റ്സ് കംപ്ലീറ്റഡ്. T20 വേൾഡ് കപ്പ് ഫിനിഷ് ആകുന്ന സമയത്താണ് നമുക്കിതിൻ്റെ റെലവൻസ് വരുന്നത്. അപ്പോൾ അപ്പോഴും നോക്കാം. ദിസ് വേൾഡ് കപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ഗെയിം ഇൻ പാകിസ്ഥാൻ. അഗെയിൻ അതിൻ്റെ സ്പോർട്സ് റിലേറ്റഡ് കാര്യമാണ്. ഇംഗ്ലണ്ട് പോസ്റ്റ് തമ്പിങ് വിൻ ഓൺ ഇംഗ്ലണ്ട് ബിഗാൻ ഇറ്റ്സ് ഹോം ICC Women's T20 World Cup campaign with an emphatic 87-run win over Sri Lanka on Friday. Again, it's just വേൾഡ് കപ്പിൻ്റെ കാര്യം തന്നെയാണ്. ഓൺ എ ഡേ ഓഫ് ജീസ് ഇന്ത്യ ക്രൂസസ് പാസ്റ്റ് അഫ്ഗാനിസ്ഥാൻ റെയിൻ ഹിറ്റ് ഗെയിം. എഗെയിൻ ഇന്നലത്തെ കളിയുടെ കാര്യമാണ്, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ആ ഗെയിമിൻ്റെ കാര്യമാണ് പറയുന്നത്. ദെൻ കുഷ്മേനി വിൻസ് ഫോർമുല 2 സ്പ്രിൻറ്റ് റേസ്. Russell clinches pole for Barcelona. Then there is nothing at Manu terms. Rana's demise an irreparable loss. Okay. Yes, ഇതാണ് നമ്മുടെ ജസ്പാൽ റാണയുടെ ഡെത്തിനെ കുറിച്ചുള്ള ഒരു പരാമർശനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ഫൈൻ. അതിൽ നമുക്ക് മെയിനായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും പിന്നെ അദ്ദേഹം ട്രെയിൻ ചെയ്ത ആളാണ് മനു ഭാക്കർ. അപ്പോൾ മനു ഭാക്കറും അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് മാറുന്നുണ്ട്. സോ അവിടെ അത്രയേ ഉള്ളൂ. സോ ഫസ്റ്റ് 2 പേജും കഴിഞ്ഞു. ഇനി അകത്തുള്ള പേജസ് നോക്കാം. നമുക്ക് ഈ സ്പോർട്സ് തന്നെ നോക്കാം. സ്പോർട്സിൽ ഒരുപാട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ കിട്ടും, അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് കഴിയും. പ്രിക്കോഷണറി മെഷർ. പുലിസിക് allays injury worries after being substituted. Celebrities enjoy first men's World Cup match on Canadian soil. Spain is full of confidence and is very motivated, says Grimaldo. Infantino quips again. USA after dream start with again FIFA World Cup inde karyana. Canadians first World Cup point after draw with Bosnia and Herzegovina. Okay. Ecuador's rock-solid defense faces the power and panache of Ivory Coast. Curacao set for a tough debut against Germany. Japan and Netherlands coaches have key decisions to make. Again, നമുക്ക് ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഔട്ട്കം എത്തിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരുപാട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. ഇനി കേരളത്തിൻ്റെ ന്യൂസാണ്. ഇതിൽ നിന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ട്, കാരണം കേരള ഫോക്കസ് ചെയ്തിട്ടുള്ള ന്യൂസ് ആയതുകൊണ്ട്. 3 contacts of നിപ്പയുടെ നമ്മൾ ഫസ്റ്റ് പേജിൽ വായിച്ച ന്യൂസിൻ്റെ ബാക്കിയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻസൽസ് കേരള വഖഫ് ബോർഡ് CEO പോസ്റ്റിങ്ങിൻ്റെ കാര്യം നമുക്ക് വേണ്ട. Amid controversy, Devasam special government pleader resigns. Pradeep had represented Smart Creations, a firm under probe in the Shabarimala gold theft case. He says he does not want to embarrass government in a non-issue. Minister says government sought his resignation. Again, it's a political അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്നും വേണ്ട. ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. വൺ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻസ് അണ്ടർവേ അറ്റ് കളരി വാതുക്കൽ ഭഗവതി ടെമ്പിൾ ഇൻ കണ്ണൂർ ഓൺ സാറ്റർഡേ ഫോർ ദ ഗ്രാൻഡ് തിരുമുടി ഓഫ് ഭഗവതി തെയ്യം ടു ബി പെർഫോംഡ് ഓൺ സൺഡേ, മേക്കിംഗ് ദ ഫൈനൽ ഡേ ഓഫ് ദ തെയ്യം സീസൺ. ദ ടെമ്പിൾ ഈസ് റിനൗണ്ട് ഫോർ ഹോസ്റ്റിംഗ് വൺ ഓഫ് ദ ലാസ്റ്റ് മേജർ തെയ്യം പെർഫോമൻസ് ഓഫ് ദി ആനുവൽ സീസൺസ്. ഇത് ഇമ്പോർട്ടൻസ് ആകുന്നുണ്ട്. നമുക്ക് ആക്ച്വലി നമ്മൾ സ്കിപ്പ് ചെയ്യുന്നതായിട്ട് തോന്നും, പക്ഷേ ഇപ്പോൾ കുറച്ച് റീസെൻ്റായിട്ട് PSCയിൽ വരുന്ന ചോദ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില അമ്പലങ്ങളും ചില ഫെസ്റ്റിവൽസും ഒക്കെ അവർ എസ്പെഷ്യലി കേരളത്തിനകത്തുള്ളത് തന്നെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ന്യൂസിലൊക്കെ കാണുമ്പോൾ ഒന്ന് പരിചയപ്പെട്ട് വെച്ചിരിക്കുക, ഏതൊക്കെ ക്ഷേത്രങ്ങൾ എവിടെയാണ്, അതെന്താണ് സ്പെഷ്യലായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കണ്ണൂരുള്ളൊരു ക്ഷേത്രം, ഒരു ഭഗവതി ക്ഷേത്രമാണ് കളരി വാതുക്കൽ എന്ന് പറയുന്നത്. കളരി വാതുക്കൽ ക്ഷേത്രമാണ് ഭഗവതി ക്ഷേത്രം ഇൻ കണ്ണൂർ. അപ്പോൾ അവിടെ ഒരു ഗ്രാൻഡ് തിരുമുടി എന്ന് പറയുന്ന ഒരു തെയ്യം പെർഫോമൻസ് ആണ്, ഭഗവതി തെയ്യമാണ് സൺഡേ ഇന്ന് പെർഫോം ചെയ്യുന്നത്. അത് തെയ്യം സീസണിൻ്റെ ഫൈനൽ ഡേ ആയിട്ടാണ് ഇന്നപ്പം. ഇന്നത്തെ ആ പെർഫോമൻസ് കഴിയുമ്പോൾ തെയ്യം സീസൺ കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു രീതിയാണ്. അപ്പം ഈ ഒരു തിരുമുടി എന്ന് പറയുന്ന ഭഗവതി തെയ്യം ചെയ്യുന്ന ക്ഷേത്രം കണ്ണൂരുള്ള കളരി വാതുക്കൽ ഭഗവതി ക്ഷേത്രമാണെന്നുള്ളതൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. കാരണം ഈ ടെമ്പിൾ ഫേമസ് ആയിട്ടും ഇതിന് വേണ്ടിയാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഈസ് റിനൗണ്ട് ഫോർ ഹോസ്റ്റിംഗ് വൺ ഓഫ് ദ ലാസ്റ്റ് മേജർ തെയ്യം പെർഫോമൻസ് ഓഫ് ദി ആനുവൽ സീസൺ. ഈ ഒരു ആനുവൽ സീസൺ, അതായത് തെയ്യത്തിൻ്റെ ഈ ഒരു സീസണിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്യുന്ന ഇവരാണ്. അപ്പം അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു ഇമേജാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഒരു ചെറിയ ഇമ്പോർട്ടൻസ് ഉണ്ട്, നോക്കി വെച്ചേക്കാം.
ട്രാൻസ്ഫർ ഓഫ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് പാർക്സ് ഡിബേറ്റ്. ഓക്കെ, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസിന് മാറ്റുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ന്യൂസ് പേപ്പേഴ്സിൽ ഇതിൻ്റെ ഇത് കണ്ടു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് കണ്ടിന്യൂവേഷൻ, അതിൻ്റെ അപ്ഡേറ്റ്സ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് വേണ്ട നമുക്ക്. കൺഫ്യൂഷൻ ഓവർ കോളറ കേസസ് എക്സ്പോസസ് കമ്മ്യൂണിക്കേഷൻ ലാബ്സ് ഇൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ കോളറയെ പറ്റി പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് സയൻസ് പബ്ലിക് ഹെൽത്തിൽ കോളറയെ പറ്റി പഠിക്കാം. കോളറ എന്തുകൊണ്ടുണ്ടാകുന്നു, റീസൺസ്, ട്രീറ്റ്മെൻറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നോക്കാം. അല്ലാതെ വേറെ ഒന്നും നമുക്കിവിടെ നിന്ന് കിട്ടാനില്ല. Murari Babu, accused in gold theft case, passes away. Again, no need. SIT issues notice to former TDB president. Again, special investigation team investigating Shabarimala gold theft case. Again, ഒരു അഡീഷണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊന്ന് വായിച്ചു ചെയ്യാം. പക്ഷേ നമ്മൾ എപ്പോഴും എക്സാമിന് ഒരു പൊളിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നും നോക്കത്തില്ല. കാരണം ഈവൻ നമ്മൾ അത് ഫോളോ ചെയ്താൽ ഇൻ്റർവ്യൂവിൽ പോലും നമുക്ക് അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ശരിയല്ല. സോ യു ഹാവ് ടു ഓൾവേസ് ബി അവെയർ അബൌട്ട് ദാറ്റ് ഫാക്ട്. പുവർ റെയിൻ ഇൻ ഇടുക്കി പുട്സ് പവർ സെക്ടർ ഇൻ എ സ്പോട്ട്. ഓക്കെ, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം പവർ സെക്ടറിനെ പറ്റി പറയുന്നുണ്ട്, ഈ വർഷത്തെ റെയിനിൻ്റെ കാര്യം പറയുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യം പറയുന്നുണ്ട്. സോ വി മൈറ്റ് ഗെറ്റ് സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫ്രം ഹിയർ. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. +1 അഡ്മിഷൻസ് ടു ബിഗിൻ ടുമോറോ. ഓക്കെ, അതും നമുക്ക് നോക്കേണ്ട ആവശ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പേജിൽ അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും കിട്ടില്ല. ഈ ഒരു അമ്പലത്തിൻ്റെ കാര്യം കിട്ടി, പിന്നെ കോളറയെ പറ്റി പഠിക്കുക. ലൈക്ക് നിങ്ങൾ നോട്ട് മേക്കേഴ്സ് ആണെങ്കിൽ, നോട്ട് മേക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കോളറയെ പറ്റിയൊന്ന് ഇപ്പം നിങ്ങളുടെ ബയോളജി നോട്ടിലുണ്ടെങ്കിൽ അതൊന്ന് റെഫർ ചെയ്തിട്ട് പോകാം. അല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. ഇത് വായിക്കാം. പുവർ റെയിൻ ഇൻ ഇടുക്കി പുട്സ് പവർ സെക്ടർ ഇൻ എ സ്പോട്ട്. ഓക്കെ, inadequate monsoon rains in the catchment areas of Idukki Reservoir, Kerala's biggest hydel power project. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹൈഡൽ പവർ പ്രൊജക്റ്റ് ഇടുക്കി പ്രൊജക്റ്റ് ആണെന്നുള്ള നമുക്ക് അറിയാലോ. അപ്പോൾ അത് ആ ഒരു പോയിന്റ് ഇവിടെ നിന്ന് കിട്ടി. ഈസ് കാസ്റ്റിംഗ് എ ഷാഡോ ഓവർ ദി സ്റ്റേറ്റ്സ് പവർ സെക്യൂരിറ്റി. ഇപ്പം ആ ഏരിയ പരിസരത്ത്, ഇടുക്കി ഡാമിൻ്റെ പരിസരത്തൊന്നും മഴ അത്രയ്ക്ക് നന്നായിട്ട് ലഭിക്കാത്തതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോഴത്തെ അളവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ് വാട്ടറിൻ്റെ. സോ ദ റിസർവോയർ വിറ്റ്നസിംഗ് ക്രിട്ടിക്കലി ലോ സ്റ്റോറേജ് ലെവൽസ് ആണ് കാണിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ഡേറ്റ ഫ്രം KSEB ഡാം സേഫ്റ്റി വിങ്, ദ റിസർവോയർസ് വാട്ടർ ലെവൽ ഓൺ സൺഡേ ഇസ് അബൌട്ട് ടു 23 feet ലോവർ ദാൻ ദ ലെവൽ ഓൺ ദിസ് ഡേ ഇൻ 2025. കഴിഞ്ഞ വർഷം ഈ ദിവസം എത്ര ലെവൽ ഉണ്ടെന്ന് അതിനേക്കാൾ 23 feet താഴെയാണ് ഇപ്പോൾ ഇടുക്കിയിൽ. അപ്പോൾ അത്രയും മഴ കുറവെന്നുള്ളതാണ്. നമുക്കറിയാം എൽനിനോ കാരണം ഒബ്വിയസ്ലി മഴ കുറഞ്ഞിട്ടുണ്ട്. ഈവൻ ദോ നമുക്ക് ഇത് ഇനിഷ്യൽ ഫേസിൽ ജൂണിൻ്റെ തുടക്കത്തിൽ മെയ് ലാസ്റ്റൊക്കെ നല്ല മഴ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇറ്റ് ഈസ് ലെസ്. സ്റ്റോറേജ് ലെവൽ ഓൺ സാറ്റർഡേ സ്റ്റുഡൻറ്റ് ഒരു വാല്യൂസ് പറയുന്നുണ്ട്. KCB ഡാം സേഫ്റ്റി ടോൾഡ് ലാസ്റ്റ് ഇയർ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഓറഞ്ച് അലേർട്ടിലും ഉള്ള ദിവസങ്ങളിലും വ്യത്യസ്തമായിരുന്നു. അപ്പം due to the low storage levels in Idukki reservoir, power generation at the Moolammattam power plant has been drastically scaled down. The plant generated just to okay, അത് വാല്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. Then again ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കും. ഇപ്പോൾ നമ്മുടെ ഡാം കപ്പാസിറ്റി ഒന്നും ഒട്ടും തന്നെ കവർ ആകുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പോയിന്റേഴ്സ് ഒന്നും കിട്ടിയില്ല. ബട്ട് യെസ്, നമ്മൾ ഈ ഡെവലപ്മെൻറ്റ്സ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നാൽ പെട്ടെന്നൊരു ന്യൂസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, നോ അടുത്ത ലീഫ് നമുക്ക് തുറക്കാം. ഈ പുറത്തുള്ള പേജ് ഞാൻ എടുക്കുവാണ്, ബാക്കി ഞാൻ മാറ്റി വെച്ചു. സോ ഇവിടെ ദിസ് ഈസ് ക്ലാസിഫൈഡ്സ്, മാട്രിമോണിയലാണ് വേണ്ട. വേൾഡ് ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നിന്ന് മിക്ക ആർട്ടിക്കിൾസ് നമ്മൾ വായിക്കാറുണ്ട്. പിന്നെ ഇവിടെ സൗത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നമുക്ക് നോക്കാം. സൗത്തിൽ നടക്കുന്നത് മലയിടം തുരുത്ത് റോ റിസോൾവ്ഡ് 7 Dalit families to be allotted land, 5 cents each to be given to them within disputed property. Minister says government will build houses on the plots within a year using funds raised through sponsorship. Until houses are built, families will be allowed to stay in their present houses. Okay, not much important. Karnataka to pay grant to sandalwood craftsmen. TVK functioning like BJP photocopy Stalin. ഇത് പൊളിറ്റിക്കൽ ന്യൂസാണ്, ഇതും വേണ്ട. ഇതെന്താണെന്ന് നോക്കണം. കർണാടക ടു പേ ഗ്രാൻഡ് ടു സാൻഡൽവുഡ് ക്രാഫ്റ്റ്സ്മെൻ ആഫ്റ്റർ ഗ്യാപ്പ് ഓഫ് 6 years. കർണാടക സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഹാസ് റിവൈവ്ഡ് ഇറ്റ് സ്കീം ഓഫ് പ്രൊവൈഡിംഗ് സാൻഡൽവുഡ് ടു ക്രാഫ്റ്റ്സ്മെൻ at a 50% subsidy to support artisans and encourage youngsters to take up the dwindling of sandalwood carving. ഓക്കെ, അപ്പോൾ ഇത് ചെറിയൊരു സിഗ്നിഫിക്കൻസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. കർണാടക എന്ത് ചെയ്യുന്നുണ്ട്, സാൻഡൽവുഡ് ക്രാഫ്റ്റ്സ്മെൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഗ്രാൻഡ് കൊടുക്കുന്നുള്ള രീതിയിലുള്ള പുതിയ ഫണ്ട്, അത് 6 വർഷത്തേക്ക് ശേഷമാണ് അവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇതിന് വേണ്ടിയിട്ട് ഇവർക്കൊരു കോർപ്പറേഷൻ ഉണ്ട്, കർണാടക സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഓക്കെ, KSHDCL. അപ്പോൾ ഇത് വെച്ചിട്ട് ഇവർ സാൻഡൽവുഡ് ഇതിന് 50% സബ്സിഡിയിൽ ഇവർ സാൻഡൽവുഡ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. അത് വെച്ചിട്ട് യങ്സ്റ്റേഴ്സിനെയൊക്കെ അട്രാക്ട് ചെയ്യും. ഇത്രയും മതി, ഇതിൽ കൂടുതലൊന്നും വായിക്കണ്ട, കേരളത്തിനകത്ത് ന്യൂസ് പോലുമല്ല. സോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക, കർണാടകയാണ് ചെയ്തത്. Okay, then 89 tourists rescued after boat developed snag on Godavari in Andhra Pradesh. Just ഒരു ന്യൂസാണ്. ശ്രീധരൻസ് പ്രപ്പോസൽ won't solve travel woes. Forum Kerala Silver Line വിരുദ്ധ ജനകീയ സമിതി has said that technocrat E. Sridharan's high-speed rail project will not solve state's travel problems. Mr. Sridharan has proposed a gauge and speed similar to the K-Rail, and this will not address the requirements of people. ഓക്കെ, K-Railനെ കുറിച്ചുള്ള കാര്യങ്ങളും സിൽവർ ലൈനിനെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മൾ ഹൈ സ്പീഡ് റെയിലിനെ കുറിച്ച് മെട്രോ റെയിലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് അവിടെ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല, സോ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. മാൻ ഡോട്ടർ ഇലക്ട്രിക്യൂട്ടഡ് ഇൻ തെലങ്കാന, ടീമിംഗ് പീകോക്ക് പോപ്പുലേഷൻ പോസസ് ന്യൂ ചാലഞ്ചസ് ടു ഫാമേഴ്സ് ആൻഡ് ഫോറസ്റ്റേഴ്സ്. ഓക്കെ, ദിസ് ഈസ് ഒരു എൻവയോൺമെൻറ്റ് ബയോഡൈവേഴ്സിറ്റി അങ്ങനെ റിലേറ്റഡ് ആയിട്ടൊരു ന്യൂസാണ്. എന്തോ ഒരു അഡ്വാൻസ്മെൻറ്റ് ആന്ധ്രാപ്രദേശിൽ നടക്കുന്ന ആ റീജിയനിലുണ്ട്. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷനൊക്കെ വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ആന്ധ്ര CM ടുഡേ ടൂർ ഓഫ് സിംഗപ്പൂർ ബിഗിൻസ് ടുമോറോ. ഓക്കെ, ഇത് ആന്ധ്ര CM ആണ്. ഇപ്പോൾ നമുക്ക് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്ററൊക്കെ ഇപ്പം ഇൻ്റർനാഷണലി എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കേരള CM എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് നോക്കാം, ബട്ട് ആന്ധ്രയുടെ ഒന്നും നമുക്ക് ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യം ആക്ച്വലി ഇല്ല. ഓക്കെ, സോ ഇത് നോക്കാം. ടീമിംഗ് പീകോക്ക് പോപ്പുലേഷൻ പോസസ് ന്യൂ ചാലഞ്ചസ് in the rural areas of Kuppam region in Andhra Pradesh's Chittoor district, flanked by Tamil Nadu and Karnataka. Peacocks are much a part of the landscape as granite outcrops and the scrub forests that define the tri-state terrain. Till a decade ago, the Indian peafowl was confined to the forest fringes, but now the bird is a frequent visitor to villages, field, and even institutional campuses across the region. The forest authorities of Chittoor confirm that the bird population is growing steadily. Peacock is a Schedule 1 species under the Wildlife Act, enjoying the same level of legal protection as the tiger. But unlike the tiger, whose conservation remains a challenge in many parts of the country, peacock numbers have been increasing consistently, not only in Kuppam but across India. Okay, അതിലും പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല, നമുക്കങ്ങനെ റെലവൻസ് ഉള്ള ഒന്നും അതിൽ ഉണ്ടായിട്ടില്ല, ന്യൂസ് ഇല്ല. അടുത്തത് ഇത് ഇന്നത്തെ സൺഡേ പേജിൽ കുറച്ച് അഡീഷണൽ കാര്യങ്ങളാണ് കേട്ടോ. ഷിഗല്ലയെ കുറിച്ച് പറയുന്നുണ്ട്. ഹൗസ് ഓഫ് കാർഡ്സ്, ഇത് ദ ഗവർണിംഗ് ബോഡി ഓഫ് ദ ബ്യൂട്ടിഫുൾ ഗെയിം long dodged by allegations of corruption and abuse of power, now faces criticism for its muted response to US immigration authorities denying entry to fans, officials and team personnel. അതുമായിട്ട് ഫിഫയായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തോ ന്യൂസുകളാണ്, നമുക്ക് അതിൽ റെലവൻസ് ഇല്ല. Virulent bacterium Shigella. Kerala has seen a new outbreak of shigellosis caused by this gram-negative contagious bacterium which infects millions globally. അപ്പോൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഇത് നമ്മുടെ ലൈഫ് സയൻസ് പബ്ലിക് ഹെൽത്തിലെ ബയോളജി സെക്ഷനിൽ വരുന്ന ഒരു റീജിയനാണ്. അപ്പം നമ്മൾ നേരത്തെ നിപ്പ പറഞ്ഞ പോലെ ഈ ഒരു ഷിഗല്ലോസിസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലിവിടെ കുറച്ച് കാര്യങ്ങൾ ഡിസീസിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ വി ക്യാൻ റീഡ് ഫ്രം ഹിയർ ഇറ്റ് സെൽഫ്. ഷിഗല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നോട്ട്സിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, കാരണം ഇതൊരു റീജിയണലായിട്ട് കൂടുതലും കണ്ടുവന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. Stained and viewed under microscope, Shigella is a captivating sight. The rod-shaped bacteria resemble fat. ഇതിൻ്റെ ബാക്ടീരിയയുടെ ഷേപ്പ് ഒരു റോഡ് ഷേപ്പാണ്, നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ. ക്ലിയർ അല്ല. ദ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. റിസെമ്പിൾ ഫാറ്റ് ഫറി കാർട്ടൂൺ കാറ്റർപില്ലേഴ്സ് പോലെ ഇരിക്കും. ഇത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ കണ്ടീജിയസ് ആണ്. വിച്ച് കോസ് ഷിഗല്ലോസിസ് ക്യാൻ ബി റിമാർക്കബ്ലി ഡേഞ്ചറസ്. ഈസ് ബാക്ക് ഇൻ ദ ന്യൂസ് ആഫ്റ്റർ ഔട്ട് ബ്രേക്ക് അക്കോർഡിംഗ് ടു കേരള. കേസിൻ്റെ എണ്ണമൊന്നും നമുക്കറിയണ്ട. ഇതൊരു ഡയറിയൽ ഡിസീസാണ്, മാർക്ഡ് ബൈ ഫീവർ, അബ്ഡോമിനൽ ക്രാംസ്, ബ്ലഡി ഡയറിയ അല്ലെങ്കിൽ ഡിസെൻട്രി എന്ന് നമ്മൾ പറയും. ഇറ്റ് വാസ് ബാക്ടീരിയോളജിസ്റ്റ് കിയോഷി ഷിഗ ഹു ഐസൊലേറ്റഡ് ദ ഷിഗല്ല ഡിസെൻറ്റേറിയ ഇൻ 1897. ഇപ്പോൾ ഇത്രയും ഡീപ്പായിട്ടൊക്കെ ചോദിക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല, ബട്ട് യു ക്യാൻ ആക്ച്വലി നോട്ട് ഡൗൺ ദിസ് പോയിന്റ്. ഒന്ന് നോട്ട് ചെയ്തിട്ടൊന്ന് പോവാം. അതായത് ഷിഗല്ല ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചത് കിയോഷി ഷിഗയാണ്. അപ്പോൾ അത് ആ പേര് ഓർക്കാമല്ലോ, കിയോഷി ഷിഗ സിമിലർ ടു ഷിഗല്ല എന്നുള്ള രീതിയിൽ.
ആഫ്റ്റർ ജപ്പാൻ എക്സ്പീരിയൻസ്ഡ് എ ഡിസെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഈസ് ഇൻ ജപ്പാൻ. അപ്പോൾ അവിടെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ജെനസ് ഇവൻച്വലി ടുക്ക് ഹിസ് നെയിം. ട്രാൻസ്മിഷൻ ഈസ് മോസ്റ്റ്ലി ത്രൂ ഫീക്കോ ഓറൽ റൂട്ടാണ്. വെൻ പീപ്പിൾ ഇൻജസ്റ്റ് ടൈനി എമൗണ്ട്സ് ഓഫ് ഫീക്കൽ മാറ്റർ ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് വാട്ടർ ഓർ ഹാൻഡ്സ്. അപ്പോൾ കണ്ടാമിനേറ്റഡ് ഫുഡ് വാട്ടർ ഹാൻഡ്സ് ആണ് ഇതിൻ്റെ ഷിഗല്ലയുടെ മെയിൻ പ്രശ്നം. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേയും പിന്നെയും നന്നായിട്ട് കൈ കഴുകുക വിത്ത് സോപ്പ്. പിന്നെ പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കാതിരിക്കുക. ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ഫുഡൊന്നും കഴിക്കുക. കാരണം ഈച്ചയൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്കും ഈച്ച എന്ത് ചെയ്യുന്നു, കൂടെ ഫീക്കൽ മാറ്ററൊക്കെ ക്യാരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യരുത്. ആൻഡ് ഈവൻ ആൻ ഔട്ട് ബ്രേക്ക് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഗ്ലോബലി ഷിഗല്ലോസിസ് കോസ് കുറേ ഇൻഫെക്ഷൻസും ഡെത്തും ഒക്കെ വരാറുണ്ട്. അക്വാട്ടിക് ബോഡീസ്, ഫ്രീ ലിവിങ് അമീബ, ഇൻസെക്റ്റ്, ബേർഡ്സ് എല്ലാം ക്ലീൻ ആയിട്ട് നമ്മൾ ക്ലീൻലിനെസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഔട്ട് ബ്രേക്ക് ഇൻ കേരള. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതിൽ നമുക്ക് വേറെ ഒന്നും ഒരുപാട് ഇനി നോക്കാനില്ല. ഓക്കെ നമ്മൾ ഇപ്പുറത്തെ പേജ് ഉണ്ട് കേട്ടോ, അത് നോക്കിയില്ല. സോ ഇപ്പം നമുക്ക് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞു. ആൻഡ് വി സ്റ്റിൽ ഹാവ് ഈ ഒരു ഇതും കൂടെ ഉണ്ട്. ആൻഡ് വേൾഡും ബിസിനസ് പേജിലാണ് നമുക്ക് കുറച്ച് കൂടുതൽ ന്യൂസ് കിട്ടുന്നത്. പൊതുവെ നോക്കാം. എന്തായാലും നമുക്ക് 1 അവറിൽ കൂടുതൽ എന്തായാലും സ്പെൻഡ് ചെയ്യില്ല. 1 അവർ ആകുമ്പോൾ എന്തായാലും നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കണം നടത്തണം. കാരണം അതിൽ കൂടുതൽ ടൈം കൊടുത്താൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. Iran's former supreme leader Ali Khamenei to be buried on July 9th. Okay, workers begin removing Trump's name from the Kennedy Center. അതൊരു പ്രൊട്ടസ്റ്റ് ആണ്. സ്വീഡിഷ് ഫൈറ്റേഴ്സ് ഇന്റർസെപ്റ്റ് 2 റഷ്യൻ കോമ്പാറ്റ് ജെറ്റ്സ് നിയർ ബോർഡർ. പാകിസ്ഥാൻ ഫോഴ്സസ് കിൽ 21 militants in Khyber Pakhtunkhwa province. UAE agrees to unlock billions of dollars for Iran amid deal talks. 2 regional sources say the Gulf Arab state has agreed to release a total of $10 billion. The UAE officially denies the report. ഓക്കെ, ജസ്റ്റ് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ച് ഒരു ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ചൈന ഫ്ലേസ് പെൻറ്റഗൺ മൂവ് അഗെയിൻസ്റ്റ് ചൈനീസ് ടെക് ഫേംസ്. China urges the US to immediately stop its erroneous practices, withdraw relevant measures and return to the correct track of building a constructive, strategic and stable China-US relationship. Again, nothing important. US-Venezuela joint operation kills leader of Tren de Aragua. The leader of transnational gang Tren de Aragua was killed in a joint operation by the US and Venezuela authorities in the South American nation. Founded in Venezuela, Tren de Aragua has been designated a terrorist organization by the US and is also active in Colombia, Peru, Chile. ഒരു ടെററിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കേണ്ട ആവശ്യം ഇല്ല. ലെബനൻ പുൾസ് ട്രൂപ്സ് ഫ്രം സദേൺ വില്ലേജ് ആഫ്റ്റർ ഇസ്രായേലി ഇൻകേർഷൻ. എഗെയിൻ ഡെവലപ്മെൻറ്റ്സ് ഇൻ ദി ഇസ്രായേൽ വാർ, അതിൻ്റെ കാര്യങ്ങളാണ്. സോ അത് നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ PM മോദിയുടെ ഒരു ന്യൂസ് ഇവിടെ ഉണ്ട്. യൂറോപ്പ് വിസിറ്റ് ബിഗിൻസ് ഇൻ നൈസ് വിത്ത് ടെക് ബൈലാറ്ററൽ റിലേഷൻസ് ഇൻ ഫോക്കസ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ പ്രൈം മിനിസ്റ്റർ എവിടെയൊക്കെ പോകുന്നുണ്ട്, എന്തൊക്കെ ഡീലുകളാണ് ചെയ്യുന്നത്, ഏതൊക്കെ കൺട്രീസായിട്ട് എന്ത് റിലേഷൻ കീപ്പ് ചെയ്യുന്നു എന്നുള്ള ചെറിയൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇറ്റ് വിൽ ഓൾവേസ് ഹെൽപ്പ് യു ഇൻ ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എക്കണോമി, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് വന്നപ്പോൾ തന്നെ ഒരുപാട് ഇൻ്റർനാഷണലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ടാകുമ്പോൾ തന്നെ എക്കണോമിയിൽ എന്താണ് നടക്കുന്നത്, പൊളിറ്റിക്കലി എന്താണ് നടക്കുന്നത്, ചെറിയൊരു ഐഡിയ ഉണ്ടാവണം. ബട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് വേണ്ട. ബട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. PM arrived in Nice on Saturday evening. The first stop on his 6-day tour. Okay, ഫ്രാൻസും സ്ലോവാക്കിയാണ് മെയിനായിട്ടുള്ള പോകുന്നത്. പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ടു ഫ്രഞ്ച് റിവിയറ റിവോൾവ്സ് അറൗണ്ട് എ ടെക് സമ്മിറ്റ് ആണ്. ഭാരത് ഇന്നോവേറ്റ്സ് 2026. ഇതുപോലത്തെയുള്ള സമ്മിറ്റുകൾ, കോൺഫറൻസുകൾ ഒക്കെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് നമുക്കിത് നോക്കണം. അപ്പം ഭാരത് ഇന്നോവേറ്റ് 2026 എന്ന് പറയുന്ന ഒരു ടെക് സമ്മിറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് പോയത്, which he will inaugurate with French President Emmanuel Macron. The tech event, as per the government, is aimed at bringing together deep tech ventures and higher education institutes from India, among others, to explore cooperation in research and co-development, investment and technology transfer. Following the event, Mr. Modi and Mr. Macron will lead bilateral discussions between the two sides, which are expected to cover a broad range of subjects including defense, tech, regional and global issues. It is expected that the US and Israeli conflict with Iran will be discussed between the sides, with US President Trump saying a settlement was due to be signed on Sunday. India and France had formally elevated their partnership to a special global strategic partner. ഇന്ത്യയും ഫ്രാൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ണർ എന്നൊരു പാർട്ണർഷിപ്പ് പോലെയാണ്. ഇൻ ഫെബ്രുവരി ദിസ് ഇയർ ആൻഡ് അനൗൺസ് 2026 വാസ് ദി ഇന്ത്യ ഫ്രാൻസ് ഇയർ ഓഫ് ഇന്നോവേഷൻ.
മിസ്റ്റർ മോദി വിൽ ട്രാവൽ ടു സ്ലോവാക്യ. ഇതൊന്നും ഇങ്ങനെ ചോദിക്കത്തില്ല, പക്ഷേ ജസ്റ്റ് അറിയുക അബൌട്ട്, കാരണം ഇവിടെ ഭാരത് ഇന്നോവേറ്റ് 2026, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. Mr. Modi will travel to Slovakia on Sunday evening and return to France for the G7 summit in the Alpine Resort. അപ്പോൾ G7 സമ്മിറ്റ് തുടങ്ങാറായി. Alpine Resort of Evian Les Bains. India has been invited as an outreach partner. Okay, outreach partner ആയിട്ടാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് along with other countries. At Evian, there is possibility of a bilateral meeting with Mr. Trump following the G7 summit. Mr. Modi will arrive in Paris for another tech-focused event. പാരീസിൽ വേറൊരു ഇവൻ്റ് ഉണ്ട്, വിവാ ടെക്, ഓൺ June 18th ആണ്. India is the AI country partner. ആ ഇവൻറ്റിലെ AI country partner നമ്മളാണ്. The PM's arrival in France was foreshadowed by rising tensions between India and US after an attack by the US force killed 3 Indian seafarers off the coast of Oman. In addition to NICE, this France visit includes programs in Evian and Paris. There will be bilateral and multilateral meetings which will be aimed at improving India's friendship with key developments partners, Mr. Modi wrote on X shortly after landing in France. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന G7 സമ്മിറ്റിൻ്റെ കാര്യം ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. വിവാ ടെക് എന്ന് പറയുന്ന പാരീസിൽ നടക്കാൻ പോകുന്ന ഒരു സമ്മിറ്റ്, ദെൻ ഭാരത് ഇന്നോവേറ്റ്സ് 2026. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആക്ച്വലി ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ ന്യൂസ് പോലെ തോന്നുമെങ്കിലും ഈ പറയുന്ന പോലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ, പ്രസിഡൻ്റ് ഒക്കെ പുറത്ത് ആരെങ്കിലും മീറ്റ് ചെയ്യുന്നു, കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ യു ഹാവ് ടു റീഡ് അബൌട്ട് ഇറ്റ്, കാരണം അതിൽ എന്തെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു സിംഗിൾ പേജാണ് നടുക്കുള്ളത്. നൗ ഈ ന്യൂസിൽ വന്നിട്ട് ഇത് നമ്മൾ ഫ്രണ്ട് പേജിൽ കണ്ടതാണ്. ഇത് രണ്ടും ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. വിൽ നോട്ട് അലൗ ഇല്ലീഗൽ ഷിപ്മെൻറ്റ്സ് ഓഫ് ഇറാനിയൻ ഓയിൽ, US ഗവൺമെൻറ് ടെൽസ് ഇന്ത്യ. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് Rubio's warning came during discussions with Jaishankar. Minister says he reiterated India's strong protest at the US attack on ships. Tharoor asks how a friend and strategic partner can be so deeply insensitive to India. ഇതൊരു കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ ന്യൂസ് തന്നെയാണ്. പക്ഷേ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നതിനെ പറ്റി നല്ലൊരു ധാരണ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇരുന്ന് വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ടു നോ അബൌട്ട് വാട്ട് ആർ ദ തിങ്സ് ഹാപ്പനിങ് അറൗണ്ട്. സോ ഫോർ ദ ടൈം ബീങ് വി ആർ സ്കിപ്പിംഗ് ദിസ്, കാരണം ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കിട്ടാനില്ല. Delhi riots, Khalid Imam move fresh bail, please again വേണ്ട. Lieutenant General ധീരജ് സേത്ത് named next army chief. ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോയിൻമെൻറ്റിൽ വരുന്നതാണ്. പുതിയ ആർമി ചീഫായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ആരെയാണ്? ലെഫ്റ്റനൻറ്റ് ജനറൽ ധീരജ് സേത്തിനെയാണ് പുതിയ ആർമി ചീഫായിട്ട്. ദ ഗവൺമെൻറ് ഹാസ് അപ്പോയിൻറ്റഡ് ലെഫ്റ്റനൻറ്റ് ജനറൽ ധീരജ് സേത്ത് സർവിംഗ് ആസ് ദ വൈസ് ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫായിട്ടാണ് ഇരുന്നത്, ആസ് ദ നെക്സ്റ്റ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വിത്ത് എഫക്ട് ഫ്രം June 30th afternoon. The present Chief of Army Staff General Upendra Dwivedi retires from the service the same day. അപ്പം ഉപേന്ദ്ര ദ്വിവേദിക്ക് പകരമാണ് ധീരജ് സേത്തിനെ കൊണ്ടുവരുന്നത്. ലെഫ്റ്റനൻറ്റ് ജനറൽ സേത്ത് അസ്യൂംഡ് ചാർജ് as the Vice Chief of Army Staff on April 1st of 2026. An alumnus of the National Defence Academy, Khadakwasla, Lieutenant General Seth was commissioned into the Armored Corps in 1986. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് ആകെ അറിയേണ്ടത് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് ആണ്. പഴയ അപ്പോയിൻമെൻറ്റ് എന്തായിരുന്നു എന്നുള്ളതും കൂടെ ഒന്ന് അറിയണം. മാരിടൈം ഇൻഷുറൻസ് മേസ് ലീഗൽ ബാറ്റിൽ ലൂംസ് ഫോർ സ്ലെയിൻ വൈസാഗ് മറീനസ് ഫാമിലി. എഗെയിൻ നമ്മുടെ ആ ഒരു ഒമാൻ കോസ്റ്റിൽ വച്ച് നടന്ന ഒരു ആക്സിഡൻറ്റ്, അവിടെ മരിച്ച ഒരാളുടെ കേസ്, ആ ഒരു റിലേറ്റഡ് കാര്യമാണ്. എഗെയിൻ നോട്ട് റിക്വയർഡ്. നോ ന്യൂ ആധാർ കാർഡ്സ് ഫോർ അഡൾട്ട്സ് ഇൻ ആസാം വിത്തൗട്ട് സ്പെഷ്യൽ വെരിഫിക്കേഷൻ പ്രോസസ്. അതും റെലവൻസ് ഇല്ല. ബംഗ്ലാദേശ് ഒപ്പോസിഷൻ ലീഡർ സീക്സ് ക്ലാരിറ്റി ഓൺ ത്രിവേദീസ് റിമാർക്ക്. Bangladesh opposition leader seeks clarity on Trivedi's remark, again not needed. Amcha directs ministry support to panel studying demographic changes. Union Home Minister Amit Shah chaired a meeting on Saturday where he directed officials of Union Home Ministry to ensure proper facilitation of high-level committees on demographic changes. Was for formally constituted on ഓക്കെ, പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. കമ്മിറ്റി ഫോം ചെയ്യുന്ന കാര്യമാണ്. ഓപ്പറേഷണൽ സിസ്റ്റം അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് റെഫറൻസ്. ഓക്കെ, നത്തിങ് ഈസ് ദെയർ. ഓക്കെ, FAQ ആണ്. വൈ ഡിഡ് ദ സുപ്രീം കോർട്ട് ക്വാണ്ടിഫൈ ലേബർ ഓഫ് ഹോം മേക്കേഴ്സ്? നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വായിക്കാം എന്നുള്ളതേ ഉള്ളൂ. വൈ ആർ ദ പ്രൊട്ടസ്റ്റ് ഇൻ POK? വൈ ഇസ് ദ സോജില ടണൽ എ ഗെയിം ചേഞ്ചർ? അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോജില ഇവിടെ ജസ്റ്റ് പറഞ്ഞുകൊണ്ട് വൈ ഇസ് ദ ടണൽ ആൻ എഞ്ചിനീയറിംഗ് മാർവൽ ആൻഡ് വാട്ട് വെർ ദ ചാലഞ്ചസ് ഇൻ ബിൽഡിംഗ് ഇറ്റ്? How does it improve connectivity and ensure travelers' safety? How does it provide strategic access in the border region? When will it open for civilian traffic?
സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇവിടെ ആൻസർ ചെയ്യുന്നത്. സോ വാട്ട് മേക്സ് സോജില ടണൽ എഞ്ചിനീയറിംഗ് മാർവൽ. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് സോജില ടണലിൻ്റെ കാര്യം. സോ ജമ്മു കാശ്മീരിലെ ലെഫ്റ്റനന്റ് ജനറൽ മനോജ് സിൻഹ വിത്ത് യൂണിയൻ മിനിസ്റ്റർ നിതിൻ ഗഡ്കരി ആൻഡ് CM ഒമർ അബ്ദുള്ള അറ്റ് ദ ബ്രേക്ക് ത്രൂ സെറമണി ഓഫ് സോജില ടണൽ ഇൻ ലഡാക്ക്. ഇമ്പോർട്ടൻ്റ് ആണ് സോജില ടണൽ എവിടെയാണ്, ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തത്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. സോ വി വിൽ ഹാവ് ടു റീഡ് ദിസ്. ഓക്കെ, നമുക്ക് നോക്കാം അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്. ഇതിനകത്ത് ഈ പേജസ്, ഈ ന്യൂസ് പേജസ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. കാരണം ഒരുപാട് പൊളിറ്റിക്കൽ ന്യൂസ് ഇവിടെ കാണും. സോ അത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് ന്യൂസ് വായിക്കാം. ഉപേന്ദ്ര കുശ്വാഹ റീഎലക്റ്റഡ് RLM ചീഫ്, വേണ്ടാത്ത ന്യൂസാണ്. ബംഗാൾ പോലീസ് സെർച്ച് അഭിഷേക്സ് റെസിഡൻസ് അഗെയിൻ, പൊളിറ്റിക്കൽ ന്യൂസ്. മമതാസ് സൈഡ്, അതും തൃണമൂൽ അഗെയിൻ പൊളിറ്റിക്കൽ ന്യൂസ്. കോൺഗ്രസ് ലോഞ്ചസ് നാഷണൽ വൈഡ് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് പേപ്പർ ലീക്സ്, എക്സാം ബൂസ് യൂത്ത് ജോബ്ലെസ്നെസ്. ഓക്കെ, അഗെയിൻ പ്രത്യേകിച്ചൊന്നും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പറയാനൊന്നുമില്ല ഇവിടെ. ED ക്വസ്റ്റ്യൻസ് തൃണമൂൽ അഗെയിൻ വേണ്ട. സെൻറ്റർ ടു സ്പെൻഡ് 10 crore on supplying rice to displaced people staying in Mizoram. About 40,000 refugees from Manipur, Myanmar and Bangladesh are taking shelter in Mizoram, says official statement. ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല. ഓക്കെ, ഇനി സയൻസിൻ്റെ ആണ്. മീറ്റ് ദ ഫ്രോക്സ് ദാറ്റ് ബിൽഡ് ക്ലൗഡി നെസ്റ്റ് ഇൻ സൗത്ത് ആഫ്രിക്കാസ് ട്രീസ്. സീ സ്റ്റാർ സ്പോർട്സ് നേച്ചേഴ്സ് ഒപ്റ്റിക് ഫൈബേഴ്സ് ടു ഫോക്കസ് ലൈറ്റ്. നാനോഗ്രാഫീൻ paves way for ultra porous materials. Juno hits the ground to crack neutrino physics mystery. ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അത്രയും വായിക്കാനുള്ളൊരു ടൈം ഉണ്ടെങ്കിൽ വേണം ഇതിനൊക്കെ സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ ആ ടൈം എന്തായാലും എനിക്കില്ല. സോ ഐ എം ഗോയിങ് ടു സ്കിപ്പ് ഇറ്റ്. നമുക്ക് ആ സോജിലയുടെ ടോപ്പിക് ഒന്ന് നോക്കാം. ദ വേൾഡ്സ് ലോങ്ങസ്റ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ടണലാണ് കേട്ടോ. ദ വേൾഡ്സ് ലോങ്ങസ്റ്റ്, വേൾഡ് ആണ്, ഇന്ത്യ അല്ല. വേൾഡ്സ് ലോങ്ങസ്റ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ടണൽ സ്പാനിങ് 13.14 kilometers at an altitude of 11,578 feet. Achieved a breakthrough on June 9th, built at a cost of 6,800 crore. The Zojila tunnel will provide all-weather connectivity between Kashmir Valley, Ladakh, traversing a region that was long considered to be formidable in the Himalayas. Union Minister for Road Transport Highway Union Minister Nitin Gadkari, who pressed the blast button for the 2.5-meter long last leg, termed the breakthrough a historic day for India's infrastructure development and a milestone in India's technical expertise, engineering prowess and indomitable resolve. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു എഞ്ചിനീയറിംഗ് മാർവൽ ആകുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ ആദ്യത്തെ ലോങ്ങസ്റ്റ് സിംഗിൾ ട്യൂബ് ബൈ ഡിറക്ഷണൽ ടണൽ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ 2 ഡയറക്ഷനിൽ നമുക്ക് ഒരേ സമയം ട്രാവൽ ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ്സ് എ സിംഗിൾ ട്യൂബ്, ഒറ്റ ട്യൂബേ ഉള്ളൂ. ഓക്കെ, ഒരു ട്യൂബിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്രാവൽ ചെയ്യാം. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സിംഗിൾ ട്യൂബ് ബൈ ഡിറക്ഷണൽ ടണലാണ്. നമുക്ക് അട്ടൽ ടണലൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഒരു ഇത് അച്ചീവ്മെൻ്റ് ഉള്ളത് സോജില ടണലാണ്. The underground works were highly challenging due to difficult terrain. Western Himalayan range around Zojila Pass have been. അപ്പോൾ ഇത് പറയുമ്പോൾ സോജില പാസ് എവിടെയാണ്, ഹിമാലയയുടെ ഏത് റേഞ്ചിൽ വരും നമുക്കറിയാം. കാരക്കോറം, ലഡാക്ക്, സസ്കർ റേഞ്ചസ് ഉണ്ട്. പിന്നെ അത് ട്രാൻസ് ഹിമാലയസ് ആണ്, ഹിമാലയൻ റേഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിലെ സോജില എവിടെ വരുന്നു, ലഡാക്കിലാണ് വരുന്നത് നമ്മൾ പറഞ്ഞു. സോ ജമ്മു കാശ്മീർ ലഡാക്ക് റീജിയനിൽ നമുക്കപ്പോൾ അത് ഏതാണ്, ട്രാൻസ് ഹിമാലയസിൻ്റെ ഭാഗമാണ്. ഭയങ്കര റഫ് ടെറൈൻ ആയിട്ടുള്ള റീജിയൻ. അപ്പോൾ അവിടുത്തെ വെജിറ്റേഷനും കാര്യങ്ങളും പഠിക്കുക. അപ്പോൾ ഇവിടെ ഒരു സോജില എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു പ്രൊവൈഡ് ഇയർ ലോങ് ട്രാൻസ്പോർട്ടേഷൻ ആക്സസ് ടു ഇന്ത്യൻ ഫോഴ്സസ് സ്റ്റേഷൻഡ് ഇൻ ലഡാക്ക്. അപ്പം കണക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് വെതർ കണ്ടീഷൻസിലും ഇങ്ങനൊരു ടണലുകൊണ്ട് ഇവർക്ക് പോകാനായിട്ട് പറ്റും. മറ്റത് ക്ലൈമറ്റിക് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവരുടെ ഒരു ട്രാവലിങ്ങിന് ബുദ്ധിമുട്ട് വരാറുണ്ടായിരുന്നു. പിന്നെ ഇത് ഇറ്റ് കണക്ട്സ് സോനമാർഗ്സ് ബൽട്ടാൽ ഇൻ സെൻട്രൽ കാശ്മീർ ഡിസ്ട്രിക്ട് വിത്ത് മീനാമാർഗ് ഇൻ ലഡാക്ക് ഡ്രാസ് ഡിസ്ട്രിക്റ്റ്. ഡ്രാസ് ഒക്കെ ഐ തിങ്ക് ഡ്രാസ് ഈസ് ദി ഏറ്റവും എലിവേഷനിലിരിക്കുന്ന ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള വില്ലേജോ അങ്ങനെ എങ്ങാണ്ടോന്ന് തോന്നുന്നു. ഡ്രാസ് അതിനും സിഗ്നിഫിക്കൻസ് ഉണ്ട്. To ensure safe passage to the mouth of Zojila tunnel at Baltal, additional roadways, 3 bridges and 2 tunnels were constructed over a stretch of 31 kilometers in Sonamarg. സോനാമാർഗ് വഴി കടന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്.
കാശ്മീർ വാലി താഴ്വാരങ്ങൾക്ക് അത് നമ്മുടെ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും ഹിമാലയാസിൻ്റെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ഒന്ന് റിവിഷൻ ചെയ്ത് പോവുകയാണ്. It is a combined system of tunnels and roadways that forms a unitary catch dams. Okay. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. Repeated military conflicts in China, Pakistan, regions of Ladakh and Kashmir, most notably India's full-scale military response hampered by lack of connectivity, both along line of control and the line of actual control in the east. Officials believe that restricted movement of military vehicles led to delays. Zojila Tunnel is now expected to provide year-long transportation access to Indian forces stationed in Ladakh. This is described as a game changer from security perspective and perspective of national integration. ലോക്കൽസിനാണെങ്കിൽ ലഡാക്ക് എപ്പോഴും ഒരു സെപ്പറേറ്റ് സ്ഥലം പോലെയാണ് കിടന്നത് കാശ്മീർ വാലിയിൽ നിന്നും, എസ്പെഷ്യലി ഡ്യൂറിങ് വിൻറ്റേഴ്സ്. സോ ഹെവി സ്നോ ആൻഡ് ലാൻഡ് സ്ലൈഡ്സ് വുഡ് ഓഫൻ ക്ലോസ് ദി സോജില പാസ് ഫോർ ദി 4 to 6 months ടൈം. അപ്പോൾ ആ സമയത്ത് കമ്മ്യൂട്ടർ ഡെത്ത്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് ലാൻഡ് സ്ലൈഡ് ഒക്കെ കാരണം. അവലാഞ്ചസ് occur during sunny winters. All this resulted in severe hardships for patients and students in the Kargil Dras range. Stocks were depleted, but the problem could not be attended to because of road closure. Locals relied on sun-dried vegetables and cereals during winters. Now it is expected to be movement of people and goods. No more weather-related isolations on Sambhavakkithilla, which is a good thing. Will put a spotlight on activities such as adventure tourism ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആൻഡ് സ്കീയിങ് ഇൻ ഡ്രാസിലൊക്കെ, കാരണം വിൻ്ററിൽ അവിടെ ആൾക്കാർക്ക് അപ്പോൾ പോകാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ അത് ബെറ്റർ ആവും. സിവിലിയൻസിന് എപ്പോഴാണ് ഓപ്പൺ ആവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻസ്പൈറ്റ് ഓഫ് ബ്രേക്ക് ത്രൂ ടണൽ ഇസ് ലൈക്ലി ടു ടേക്ക് 2 years. ഫുള്ളി ഫങ്ഷണൽ ആവാൻ ഇനിയും 2 വർഷം എടുക്കും. സോ ഹോപ്പ്ഫുള്ളി ഇതിൻ്റെ ന്യൂസൊന്നും നമുക്ക് എക്സാമിന് ചോദിക്കത്തില്ല. അതിന് മുന്നേ നമുക്ക് പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ദ ടണൽ വിൽ ഓൾസോ ഹെൽപ്പ് പിൽഗ്രിംസ് ഓൺ ദ അമർനാഥ് യാത്ര ഹൂസ് ബേസ് ക്യാമ്പ് ഈസ് ഇൻ ബൾട്ടാൽ. ബൾട്ടാലിലാണ് അമർനാഥ് യാത്രയുടെ ബേസ് ക്യാമ്പ് വരുന്നത്. അപ്പോൾ അതിനും ഹെൽപ്പ് ചെയ്യും പിൽഗ്രിംസിന്. ഒഫീഷ്യൽസ് അറ്റ് വെഹിക്കിൾസ് ക്യാൻ ട്രാവൽ അറ്റ് സ്പീഡ് ഓഫ് 80 km/h ട്രാവൽ ചെയ്യാൻ പറ്റും ഈ ടണലിൽ കൂടെ. ഏർലിയർ ഡ്രൈവേഴ്സ് കുഡ് നോട്ട് ഡ്രൈവ് മോർ ദാൻ 30 to 40 km ദ സോജില പാസിൽ, കാരണം സ്റ്റീപ്പ് റോഡും ഹെയർ പിൻ കർവും ഒക്കെയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് നല്ലൊരു ടണലായതുകൊണ്ട് തന്നെ വി ക്യാൻ ഡ്രൈവ് അറ്റ് മച്ച് ഫാസ്റ്റർ സ്പീഡ്. അപ്പോൾ ദാറ്റ് ഈസ് അബൌട്ട് സോജില ടണൽ. ഓക്കെ, അപ്പോൾ ഇതും കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരൊറ്റ പേപ്പറേ ഉള്ളൂ. ദിസ് പേജ് നമ്മുടെ ബിസിനസ് പേജും ന്യൂസ് പേജും. ഓക്കെ, സിറ്റ് ഫോം ടു പ്രൂവ് മിസ്സിംഗ് ഡൊണേഷൻസ് അറ്റ് റാം ടെമ്പിൾ. യൂണിയൻ മിനിസ്ട്രി ടേക്സ് ഓവർ ജയ്പൂർ പോളോ ഗ്രൗണ്ട് ഇൻ ഡൽഹി. പ്രസ് ക്ലബ് വെൽക്കംസ് കോർട്ട് ഓർഡർ. So this is something if you want to give it an additional read ഉണ്ടെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ. ടാറ്റയുടെ ഐഫോൺ പാർട്സ് ഫാക്ടറി കണ്ടാമിനേറ്റഡ് ഗ്രൗണ്ട് വാട്ടർ ഉണ്ടെന്നുള്ള രീതിക്കാണ്. അതായത് അവിടുത്തെ ഫാക്ടറി ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് കണ്ടാമിനേറ്റിംഗ് ദ ഗ്രൗണ്ട് വാട്ടർ. അവിടെ എന്തെങ്കിലും നോക്കാം. An Indian pollution regulator has alleged wastewater discharged from a Tata components factory for Apple's iPhone has contaminated groundwater for nearby farms and warned of a forced shutdown unless Tata gives a satisfactory explanation. The Tata plant under investigation is in Hosur in southern Tamil Nadu and makes back panels and other components for iPhones. ഓക്കെ, അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല, റെലവൻസ് ഉള്ള. നാസ്കോം ലോഞ്ചസ് UK Technology Advisory Council. UK forum with the High Commission of India in the UK recently joined the Constitution of UK Technology Advisory Council. Okay, again nothing much important. AI sovereignty Hoxie read as US moves to block Mythos fable models. Okay. നമ്മുടെ പെർസ്പെക്റ്റീവിൽ ആവശ്യമില്ല.
ഈ പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. രാജ്നാഥ് പ്രൈസസ് റൈസ് ഇൻ വിമൻ സ്ട്രെങ്ത് ഇൻ ഇന്ത്യൻ എയർ ഫോഴ്സസ് സീസ് ദി കമ്മീഷനിങ് ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് ബാച്ച് ഓഫ് വിമൻ ഓഫീസേഴ്സ്. ഡിഫൻസ് മിനിസ്റ്റർ സീസ് ഓപ്പറേഷൻ സിന്ദൂർ ഷോഡ് ദ ഫോഴ്സസ് capability to destroy enemy infrastructure with precision. Okay, it's again Air Force related. Anomaly in PSLV detected and resolved. Jitendra. Okay. This is a topic which I'm interested in. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. Union Minister of State for Science and Technology Jitendra Singh on Saturday said that the anomaly in PSLV had been resolved. Dr. Singh said on the sidelines of the research industry, startup and entrepreneurship Rise Conclave 2026 in Bangalore. Research industry startup entrepreneurship conclave in Bangalore, that a national level expert committee constituted to review the reason for anomaly had submitted its report and the problem had been detected. The report has come out and anomaly has been detected. However, we cannot share that reason for the anomaly on a public platform, but experts are working on it, which has been resolved and very soon will be ബാക്ക് ഓൺ ട്രാക്ക്. ഓക്കെ, അപ്പം റീസൺ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച്, അതായത് നമ്മൾ റീസെൻ്റായിട്ട് കുറേ PSLV ഫെയിലേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ കണ്ടുപിടിക്കാൻ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടുപിടിച്ചു, അത് ഡിറ്റക്ട് ചെയ്ത് അത് സോൾവ് ചെയ്യുന്നു എന്നുള്ള രീതിക്കാണ് അവർ പറയുന്നത്. പക്ഷേ ഇറ്റ് ഈസ് എ റീസൺ വിച്ച് വി കാണ്ട് ആക്ച്വലി ഡിസ്ക്ലോസ് എന്ന രീതിക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെന്തായാലും വരത്തില്ല. പലപ്പോഴും നമുക്ക് ISROട് ഇപ്പം ഇതിനെപ്പറ്റിയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇന്നതായിരുന്നു പ്രശ്നം എന്നൊക്കെ ചിലപ്പോൾ വന്ന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ വരാം. പക്ഷേ അതൊന്നും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങനത്തെ പോയിൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ PSLVയുടെ മുന്നത്തെ ഫെയിലിയേഴ്സ് എന്തുകൊണ്ടാണ് അവിടെ അവർക്ക് നമുക്ക് പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കി വെച്ചേക്കുക, ഏതൊക്കെയാണ് ഫെയിൽ ആയത്, ഏതൊക്കെ മിഷൻസ് ആയിരുന്നു എന്നുള്ളത്. ഓൺ January, the PSLV, which is referred to as the workhorse of the ISRO, had suffered two back-to-back setbacks. 2026 തുടക്കത്തിൽ ജനുവരി 12 PSLV C-62 മിഷൻ ക്യാരിങ് ദ EOS N1 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആയിരുന്നു failed to finish its intended trajectory after an anomaly was detected during the end of the third stage of launch vehicle. പിന്നെ 2025 മെയ് 18 ഒരെണ്ണം ഉണ്ടായിരുന്നു, ലോഞ്ച് ദി അതും എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആയിരുന്നു, EOS 9 ആയിരുന്നു. പിന്നെ EOS N1. ഓക്കെ, സാറ്റലൈറ്റ് അബൌട്ട് ദി PSLV C-61. അപ്പോൾ C-61ഉം 62ഉം ആണ് ഫെയിൽ ആയത് കേട്ടോ, അടുത്തടുത്തുള്ളതാണ്. ഇറ്റ് വാസ് ഓൾസോ ഡ്യൂ ടു ആൻ അനോമലി ഇൻ ദ തേർഡ് സ്റ്റേജ് ഓഫ് റോക്കറ്റ്. രണ്ടും തേർഡ് സ്റ്റേജിലാണ് പ്രശ്നം വന്നത്. ഓക്കെ, അതും കൂടെ ഓർത്ത് വെച്ചിരിക്കുക, ഏത് സ്റ്റേജിലാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. ഫോളോയിങ് ദിസ്, എ നാഷണൽ ലെവൽ എക്സ്പെർട്ട് കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിച്ച് ഇൻക്ലൂഡഡ് K. Vijay Raghavan, ഫോമർ പ്രിൻസിപ്പൽ സയൻറ്റിഫിക് അഡ്വൈസർ ആൻഡ് ഫോമർ ISRO ചെയർമാൻ S. സോംനാഥും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഒരു ദിസ് ഈസ് എ നാഷണൽ ലെവൽ എക്സ്പെർട്ട് കമ്മിറ്റി ആയിരുന്നു. K. Vijay Raghavanും ISRO ചെയർമാനും മാത്രമുള്ള. There is no such thing as failure in a space mission. It is sometimes delayed, sometimes a setback, which actually is a learning experience. Even if you call every unsuccessful or half successful attempt as a failure, statistically our number of so-called failures is much lesser than US. Chandrayaan 3 were successful in their very first attempt, so that way we have a better statistical record. ISRO chairman V. Narayan said that ISRO's next launch, which would be the first one since the PSLV failure in January, would take place next month. ജൂലൈയിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അടുത്ത ന്യൂസ്, പ്രസിഡന്റ് റിവ്യൂസ് പാസിംഗ് ഔട്ട് പരേഡ് അറ്റ് മിലിറ്ററി അക്കാഡമി. ഫെലിസിറ്റേഴ്സ് കാഡറ്റ് അറ്റ് ദ പാസിംഗ് ഔട്ട്. ഓക്കെ, മിലിറ്ററി അക്കാഡമിയുടെ പുതിയ ബാച്ച് ഇറങ്ങുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതിൽ കാശ്മീർ വിറ്റ്നസസ് ബിഡ് ഫോർ റിട്ടേൺ ഓഫ് ഡിസ്പ്ലേസ്ഡ് പണ്ഡിറ്റ്സ് with local recruitment down to almost zero and militant attacks waning this year. Kashmir on Saturday witnessed a rare push to reconciliation. ഓക്കെ, അവിടെയും പ്രത്യേകിച്ചൊന്നുമില്ല. ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. DRDO റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ചോദിക്കാം. DRDO ഷോക്കേസസ് ക്രിട്ടിക്കൽ ഡിഫൻസ് ടെക്നോളജീസ് ഇൻ 3 ഫ്ലൈറ്റ് ടെസ്റ്റ്. 3 ഫ്ലൈറ്റ് ടെസ്റ്റ് ചെയ്തു. അതിൽ കൂടെ നമ്മുടെ ഇന്ത്യയുടെ ക്രിട്ടിക്കൽ ഡിഫൻസ് ടെക്നോളജീസിനെ ഷോക്കേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. The DRDO has successfully demonstrated a range of critical defense technologies through 3 consecutive flight tests conducted on Wednesday, Thursday, significantly enhancing India's capabilities. Milestone എന്തായിരുന്നു നോക്കാം. ഷോക്കേസ് ചെയ്തത് ഒരു മൾട്ടി ലെയേർഡ് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ്. അതായത് BMD എന്ന് പറയും നമ്മൾ, BMD ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആൻഡ് ദ മെയ്ഡൻ ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് നേവൽ anti-ship missile medium range NASM-MR, marking a major milestone in India's indigenous defense development. It further mentioned that the multi-rate BMD capability was successfully demonstrated with interceptor missiles engaging and destroying the designated targets. The systems developed using advanced technologies are designed to counter emerging missile threats across broad spectrum. Anti-ship missile
The successful trials have placed India among a select group of countries possessing BMD capabilities capable of engaging threats up to intercontinental ballistic missiles, significantly strengthening the country's strategic defense shield. In another key achievement, DRDO successfully carried out the maiden flight test of the Naval Anti-Ship Missile Medium Range NASM-MR, demonstrating enhanced anti-ship strike capability at medium ranges. The flight tests were witnessed by senior officials of DRDO. അപ്പോൾ ഇവിടെ 3 ഫ്ലൈറ്റ് ടെസ്റ്റാണ് ചെയ്തത്. ആ 3 ഫ്ലൈറ്റ് ടെസ്റ്റും ഏതാണെന്ന് അറിഞ്ഞിരിക്കുക മാത്രമാണ് ഇവിടെ മെയിനായിട്ടും ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, flight tests were witnessed by senior officials. Then Rajnath Lands DRDO. Defense Minister Rajnath Singh congratulated DRDO and associated teams for the successful demonstration of crucial technologies and strategy. Okay. ബേസിക്കലി ഇത് തന്നെയാണ്. എന്തൊക്കെ ടെസ്റ്റിംഗ് ചെയ്തു എന്നുള്ള മാത്രം ഇതിൽ നിന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പം ഇത് കഴിഞ്ഞു. സോ കറക്റ്റ് 1 hour നമ്മളിന്ന് എടുത്തത്. ഒരുപാട് ന്യൂസൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സമയം എടുക്കും. പ്ലസ് നമ്മൾ ചിലതൊക്കെ ഫിൽട്ടർ ചെയ്ത് വരുമ്പം ആക്ച്വലി ശരിയാവണമെന്നുമില്ല. അപ്പോൾ ഇതിലൂടെ ഇന്നത്തെ നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പർ കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നമുക്കിനി നോട്ട് പ്രിപ്പറേഷനും കൂടെയുള്ള ടൈം കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യും. ഇപ്പം സോഫാർ ഞാനിപ്പോൾ ഇത് വായിക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹിന്ദുവിൻ്റെ ന്യൂസ് പേപ്പർ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ് യു ഓൾ. ഇതുപോലെ ഫിൽട്ടർ ചെയ്ത് ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഫിനിഷ് ദ ന്യൂസ് പേപ്പർ ഇൻ an hour. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ബിഗിനറാണ് ന്യൂസ് പേപ്പർ റീഡിങ്ങിൽ. അപ്പം എനിക്ക് ഇത്രയും സ്പീഡിൽ 1 hour കൊണ്ട് തന്നെ ഇത് തീർക്കാൻ പറ്റി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എല്ലാം കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ യു ടു ക്യാൻ ആക്ച്വലി ഫിനിഷ് ഇറ്റ്. ഓക്കെ, സോ യെസ്. അപ്പം ഞാൻ ഇനി ഓരോ ലീവ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് വിൽ ബി ക്ലോസിങ് ദിസ്. മോസ്റ്റ് പ്രോബ്ലി നമുക്ക് നാളത്തെ ന്യൂസ് പേപ്പറിൻ്റെയും ലൈവ് സെഷന് നമുക്കിതുപോലെ ചെയ്യാം. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലോ ഇഫ് യു വുഡ് ലൈക്ക് ടു സീ സംതിങ് എൽസ് ഇൻ ദ സെഷൻ മെൻഷൻ ചെയ്താൽ മതി. ആൻഡ് യാ, ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ദി ആസ്പിരൻസ്. എല്ലാവരും നല്ലതായിട്ട് പഠിക്കാം. ഓക്കെ, സോ സീ യു ഓൾ ഇൻ അനദർ സെഷൻ. ഓക്കെ. നമുക്ക് ഇതിൽ പ്രത്യേകിച്ചൊന്നും ന്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. ടൈം കിട്ടുമെങ്കിൽ ഇതിൽ ഏതെങ്കിലും വായിക്കണമെന്നുണ്ട്. എസ്പെഷ്യലി ദിസ് വൺ ആർട്ടിക്കിൾ ആക്ച്വലി എനിക്കൊരു അട്രാക്ഷനാണ്. എനിക്ക് വായിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഐ വുഡ് ലൈക്ക് ടു റീഡ് ദിസ്. വൈ ഡിഡിൻറ്റ് യു ലെറ്റ് മീ റീവിസിറ്റിംഗ് ദ ട്രോമ ഇൻഫ്ലിക്റ്റഡ് ബൈ ദ പേരൻസ് ഓഫ് ചിൽഡ്രൻ ഇൻ 1980s to 90s എന്നുള്ള രീതിയിൽ സംതിങ് ഈസ് ദെയർ. സോ ആ ഒരു ഹെഡ്ലൈൻ എന്നെ ഇൻട്രസ്റ്റ് ചെയ്തു. സോ ഐ വുഡ് ലൈക്ക് ടു റീഡ് അബൌട്ട് ദാറ്റ്. ദർ ആർ ലോട്ട് ഓഫ് ആക്ച്വലി ഒരുപാട് എഡിറ്റോറിയൽസ് ആണെങ്കിലും എവറിത്തിങ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഹിന്ദുവിൽ പല കാര്യങ്ങളും വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. സോ വായിക്കാൻ ടൈം ഉണ്ടെങ്കിൽ ഇഫ് യു ഹാവ് ടൈം ടു ഇൻവെസ്റ്റ് ഇൻ ന്യൂസ് പേപ്പർ ഇറ്റ്സ് എ ഗുഡ് തിങ് ടു ഡു. പിന്നെ എക്സാം പ്രിപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും ടൈം ഉണ്ടാവില്ല. സോ നിങ്ങൾ സെലക്ട് ചെയ്ത് തന്നെ വായിക്കണം. കാരണം ബാക്കി ടോപ്പിക്സ് നമുക്ക് അതുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് ബാലൻസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ സീ യു ഓൾ ഇൻ അനദർ ലൈവ്. സീ യു ഓൾ ടുമോറോ. ഓക്കെ, സോ സ്റ്റഡി വെൽ. ബൈ.